നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ശശി തരൂരിന് വിവാദം ഒരു ശീലമാണ്. പല ഘട്ടങ്ങളിലും അദ്ദേഹം സ്വന്തം പാർട്ടിയെ കോൺഗ്രസിനെ വെട്ടിലാക്കാറുണ്ട്. ഈ അടുത്തിടെയാണ് അദ്ദേഹം കേരള സർക്കാരിനെ വ്യവസായ നയത്തെയൊക്കെ പുകഴ്ത്തി ആദ്യം സംസാരിക്കുകയും കോൺഗ്രസിലെ കേരളത്തിലെ നേതാക്കളൊക്കെയും അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരികയും ഒടുവിൽ ഹൈക്കമാൻഡ് തന്നെ വന്ന് ആ പ്രശ്നം പരിഹരിക്കുകയും അദ്ദേഹം ലേശം അഭിപ്രായം ഒന്ന് തിരുത്തുകയും ഒക്കെ ചെയ്തത്. മുമ്പും മോദിയെ പുകഴ്ത്തി കോൺഗ്രസിനെ ദേശീയ തലത്തിലടക്കം ശശി തരൂർ വെട്ടിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് യുക്രൈനും റഷ്യയ്ക്കും ഒരേപോലെ സ്വീകാര്യനായ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറി. ലോക സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ഇന്ത്യയുടെ റോൾ ഇന്ന് ഏറ്റവും നിർണായകമാക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ ഇന്ത്യയുടെ വിദേശ നയത്തെയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയെയും ഒരേ സമയം പുകഴ്ത്തുകയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ എതിർത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയെയും പാർട്ടിയുടെ തലവനെയുമാണ് ശശി തരൂർ ഇങ്ങനെ പുകഴ്ത്തുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറത്തേക്ക് എഴുത്തുകാരനും വിദേശകാര്യ വിദഗ്ധനും ചിന്തകനുമൊക്കെയായ ശശി തരൂർ യാഥാർത്ഥ്യബോധത്തോടുകൂടി അല്ലെങ്കിൽ അത്തരം തൻ്റെ അഭിപ്രായങ്ങളെ കക്ഷി രാഷ്ട്രീയം ബാധിക്കുന്നില്ല എന്ന മട്ടിൽ പറയുന്നതാണോ അതോ തന്ത്രപരമായ ഒരു നിലപാടാണോ കോൺഗ്രസിനെ തന്നെ അവഗണിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു മുന്നറിയിപ്പ് നൽകുക, ഒപ്പം പ്രതിപക്ഷവും ഇടയ്ക്കിടയ്ക്കെല്ലാം കേരളത്തിലെ ഇടതുപക്ഷമായാലും ദേശീയ തലത്തിൽ BJP ആയാലും ഒക്കെ ഇപ്പോൾ തരൂരിന് പിന്തുണയ്ക്കുകയാണ്. തരൂരിനെ അങ്ങനെ ശക്തമായി എതിർത്ത് രംഗത്ത് വരാറില്ല. തരൂർ എപ്പോഴും ജയിക്കാനുമൊക്കെ ഒരു ഘടകമായി ഇത് മാറുന്നുമുണ്ട്. രാഷ്ട്രീയമായ ഒരു തന്ത്രമാണോ തരൂരിൻ്റേത് എന്നുള്ള സംശയവും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം പ്രേക്ഷകർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കായംകുളത്ത് നിന്ന് ശ്രീ മൊയ്തീൻ കുഞ്ഞാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കളുടെ പാർട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടിലാക്കുന്ന നിലപാടാണ് ഈ ശശി തരൂർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തായിരിക്കും തരൂരിൻ്റെ ഒരു ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം? അതൊരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ തന്ത്രപരമായി പറയുന്നതാണോ, ഇനി അതൊന്നുമല്ല ഒരു നയതന്ത്രജ്ഞൻ എന്നൊക്കെ നിലയിൽ അദ്ദേഹം പറയുന്നതാണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം. നമസ്കാരമുണ്ട്, പറ. നിങ്ങളുടെ ചാനൽ കട്ടായി കിടക്കുകയാണ്. ഇന്നലെ 10 മണിയായപ്പോ. അയ്യോ, ഏതിലാണ് താങ്കൾ കാണുന്നത്? ഇതിലാ എന്തുവാ കേബിളാണ്. ACV ആണോ അതോ കേരള വിഷനോ? കേരള വിഷൻ ഏഷ്യാനെറ്റിന്റെ ACV. ഉടനെ തന്നെ അത് പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. എവിടെയെങ്കിലും അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ. മെനഞ്ഞാന്നൊരു ദിവസം ഉള്ളായിരുന്നു, അതിന് മുമ്പ് 2 ദിവസം കട്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായും ഞങ്ങൾ ഞങ്ങളുടെ വിതരണക്കാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. പലരും ഇങ്ങനെ 1-2 പരാതികൾ പല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്തായാലും നിരന്തരം വരുന്നുണ്ട്. ഇപ്പോൾ അത് പരിഹരിക്കാം. ഞാൻ മനുവിന്റെ അടുത്ത് പറഞ്ഞിരുന്നതാ. ശരി, ഓക്കെ, പറഞ്ഞു. ഞങ്ങളാണ് ഇപ്പം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ കമ്മിറ്റി കൂടുന്നുണ്ട് പാർട്ടിയുടെ, ഞങ്ങളുടെ മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തില. ശശി തരൂരിനെ ഇനി പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല. പാർട്ടിയിൽ നിന്ന് ശശി തരൂരിനെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കീഴ്ഘടകത്തിലുള്ള താരതട്ടിലുള്ള ഞങ്ങളെപ്പോലുള്ളവരാരും പ്രവർത്തനത്തിൽ കാണത്തില്ല. ശരി, ശ്രീ മൊയ്തീൻ കുഞ്ഞ്, അടുത്താരോ എന്ന് പറയുന്നല്ലോ. അത് ഞങ്ങൾ പാർട്ടിയിൽ തന്നെ ഞങ്ങൾ കമ്മിറ്റിക്ക് വന്നിരിക്കുന്നതാ. പുള്ളിയുടെ അഭിപ്രായം എന്താ കേൾക്കാമല്ലോ നമുക്ക്. നമസ്കാരം, പേരെന്താണ്? എന്റെ പേര് പനക്കൽ രാജൻ. ഓക്കെ, കോൺഗ്രസിന്റെ പ്രവർത്തനാണോ? അതെ അതെ അതെ. കായംകുളത്ത് തന്നെയാണോ? കായംകുളത്ത് എവിടെ വീട്? നോർത്തിലെ എവിടെ വരും? നോർത്ത് വെസ്റ്റ് മണ്ഡലം. അല്ല, കായംകുളത്ത് വീട് എവിടെ വരുമെന്ന്? വീട് കോളേജിന്റെ പടിഞ്ഞാറ്. മൊയ്തീൻ കുഞ്ഞിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് അല്ലേ? അദ്ദേഹത്തിന്റെ വീടും കോളേജ്. ഞാൻ പഠിച്ച കോളേജാണ് കേട്ടോ. ശരി, ഓക്കെ, അഭിപ്രായം പറഞ്ഞോളൂ. ഇദ്ദേഹം വലിയ ആളാണെന്നും പറഞ്ഞ് കോൺഗ്രസിനെ വെട്ടിലാക്കുകയും സമയവും. ശരി, സാധാരണക്കാരനായ ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ്. താഴെത്തട്ടിൽ ഞങ്ങൾ പ്രവർത്തിക്കാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ഓരോരുത്തരും ഞങ്ങളോടാ ചോദിക്കുന്നത്, ഈ തരൂരെന്ന് പറഞ്ഞവൻ എന്ത് ചെയ്യുകയാണ്, എന്ത് ചെയ്യുമ്പോൾ പറയുന്നത് എന്നാണ് പറയുന്നത്. ശരി, ഓക്കെ. ആക്ഷേപമാണ് ഞങ്ങൾക്ക് കേൾക്കുന്നത്. ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക, എപ്പോഴും കേട്ടോണ്ടിരിക്കുക. ശരി, അപ്പൊ നിങ്ങളുടെ ഒക്കെ അഭിപ്രായം, ഈ മണ്ഡലം കമ്മിറ്റിയുടെ ഒക്കെ അഭിപ്രായം മുകളിലോട്ട് പരിഗണിക്കോ? പിന്നെ പരിഹരിക്കാൻ നോക്കത്തില്ലല്ലോ. മണ്ഡലം കമ്മിറ്റി മണ്ഡലം പ്രസിഡന്റും വന്നിട്ടുണ്ട്. ശരി. അപ്പൊ അങ്ങനെയുള്ള എല്ലാവിധ പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ട് കോൺഗ്രസിലെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. അത് നിങ്ങൾ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് ഇയാളുടെ സ്വഭാവം ശരിയല്ല. താങ്കളാണ് മണ്ഡലം പ്രസിഡന്റ് കൊടുക്കാം. ശരി, താങ്കളുടെ പേരെന്താണ്? ഹലോ, വിളിച്ചാളുടെ പേര് രാജൻ. മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞത് ആരാണ്? ഞാനാണ്. പേര്
ഷുക്കൂർ, ഓക്കെ. ഷുക്കൂറിനും ഇതേ അഭിപ്രായമാണോ? ഈ ഇടയ്ക്കിടയ്ക്ക് മോദിയെ പുകഴ്ത്തുന്ന സ്വഭാവം തരൂരിനുണ്ട്. അപ്പോൾ ഈ തരൂര് തന്ത്രപരമായി ചെയ്യുന്നതാണോ അതോ എന്താണ് കാര്യം? പാർട്ടി ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനെതിരാണ് ആ പ്രസ്താവന. ശരി, അതാണ് അതിന്റെ അകത്തുള്ള അണികൾ അതിനകത്ത് രോഷം കൊള്ളുന്നതിന്റെ കാര്യം. പാർട്ടി അതിനകത്ത് അങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. സാധാരണ പാർട്ടി ജനങ്ങളുടെ അടുത്ത് പോകുന്ന പാർട്ടി പ്രവർത്തകരാണ് വെട്ടിലായി പോകുന്നത് അല്ലേ? അവരാണ് മനസ്സിലാവുന്നത്. ശരി, പലപ്പോഴും നേതാക്കന്മാർ ഏത് പാർട്ടി ആയാലും അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ വെട്ടിലായി പോകുന്നത് എല്ലാ ദിവസവും സാധാരണ ജനങ്ങളെ കാണേണ്ട, വോട്ട് പിടിക്കാനൊക്കെ പോകേണ്ട ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരാണ്. അത് നേതാക്കന്മാർ ഓർക്കുന്നത് നല്ലതാണ്. ശശി തരൂർ ചിന്തിക്കുന്ന കണക്ക് അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ സാധാരണക്കാർ. ശരി, ഓക്കെ. എന്തായാലും ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ശശി തരൂർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോദിയെ പുകഴ്ത്തുന്നു, ഇപ്പോഴും അദ്ദേഹം മോദിയെ പുകഴ്ത്തി സംസാരിക്കുന്നു, എന്താവും കാര്യം? കിരൺ സാർ നമസ്കാരം. നമസ്കാരമുണ്ട്. മോഡിക്ക് തരൂരിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട സാർ. പക്ഷെ ഇവിടെ സുരേന്ദ്രനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. സുരേന്ദ്രനൊക്കെ നന്ദി പറയുന്നത് സ്വാഭാവികം. മോഡിക്ക് തരൂരിന്റെയോ കരുണാകരന്റെയോ മുരളിയുടെയോ ആരെയും സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും മോഡിക്ക് വേണ്ട. പക്ഷെ പിന്നെന്തിനാണ് ഈ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ തരൂരിന് നന്ദിയൊക്കെ പറഞ്ഞ് എഴുതുന്നത്? അത് സ്വാഭാവികം. തരൂർ ആരാ സാർ? തരൂർ സാർ എന്താ ദിവ്യനാറ്റ? തരൂരിനെ ബിജെപിയുടെ അക്കൗണ്ട് തുറക്കാൻ തിരുവനന്തപുരത്ത് 4 തവണയെ ശ്രമിക്കുമ്പോഴും 4 തവണ അത് പൂട്ടിക്കെട്ടി വെപ്പിക്കുന്ന ആളാണ്. അല്ല, പൂട്ടിക്കെട്ടിക്കുന്ന കേരളത്തിലെ ഒരു സംഭവമല്ല സാർ. 4-5 പാർട്ടികൾ ചേർന്ന് ഒരു പാർട്ടിയെ പരാജയപ്പെടുത്തും, എന്നിട്ടും 2ാം സ്ഥാനത്ത് വരുന്നുണ്ടല്ലോ. അതിനൊന്നും സാറിനൊന്നും ഒരു എവിടെയും കാണുന്നില്ലല്ലോ. ബിജെപിയും വേറെ പാർട്ടികൾ ബിജെപിക്ക് കേരളത്തിൽ എത്ര ഘടകകക്ഷികളുണ്ട്? ബിജെപിക്ക് എന്തായാലും 6-7 ഘടകകക്ഷികളുണ്ട്. ഏതൊക്കെയാ സാർ ഒന്ന് പറഞ്ഞു? എനിക്ക് എന്റെ അറിവില്ല. ഘടകകക്ഷിയല്ലേ? ആര്? BDJS ഘടകകക്ഷിയല്ലേ? ആണും പെണ്ണും കെട്ട സാധനം. അതിനെന്തിനാണ് പിന്നെ നിങ്ങൾ ഘടകകക്ഷിയെ കൂടെ കൊണ്ടു നടക്കുന്നത്? എന്ത് ഘടകകക്ഷി? ക്യാബിനറ്റ് പദവി കിട്ടുമെന്ന് വിചാരിച്ച് വന്നതാ. എന്തെങ്കിലും കൊടുത്തോ? അത്രേ ഞങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. പിന്നെന്തിനാണ് അവർക്ക് സീറ്റ് കൊടുക്കുന്നത്? അവരവിടെ കിടന്നോട്ടെ, സീറ്റ് കൊടുക്കും. അവരുടെ വോട്ടിന്റെ ബലത്തിൽ കൂടിയല്ലേ ബിജെപിയുടെ വോട്ട് വിഹിതം? ബിജെപി സാർ ഒരു കാര്യം അറിയോ? ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ഘടകകക്ഷിയുടെ ആവശ്യമില്ല കേരളത്തിൽ. ശക്തമായ 15% 15% വോട്ടായിരിക്കും. ഘടകകക്ഷി ഉണ്ടായിട്ട് പോലും ഈ വോട്ടേ കിട്ടുന്നുള്ളൂ, ജയിക്കാൻ കഴിയുന്നില്ല. അല്ല, അത് പിന്നെ സാറിന് തൽക്കാലം ഒരു സുഖത്തിന് വേണ്ടി അങ്ങനെ സൂഹിക്കാലോ. ഇന്ത്യ മഹാരാജ്യത്ത് 20 സീറ്റുള്ള കേരളത്തിൽ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന മറ്റു രാഷ്ട്രീയ സാറിനും അങ്ങനെ സന്തോഷിക്കാം. ഇപ്പൊ മണ്ഡല പ്രസിഡന്റ്, ബഹുമാനായ ഒരു മണ്ഡല പ്രസിഡന്റ് പറയുന്നത് കേട്ടു, അദ്ദേഹത്തിന് അങ്ങ് പുറത്താക്കുന്നു. അദ്ദേഹത്തിനെതിരെ AICC ഒരു അക്ഷരം ഉണ്ടില്ല സാർ, ഒരക്ഷരം ഉണ്ടില്ല. ശരി, എന്തായാലും താങ്കളുടെ ബിജെപിക്ക് കേരളത്തിൽ ഘടകകക്ഷികളെ വേണ്ടെന്നൊന്നും കടത്തി പറഞ്ഞാലായിരുന്നു. ഘടകകക്ഷികളെ ബിജെപിക്ക് കേരളത്തിൽ ഘടകകക്ഷികളെ ആവശ്യമില്ല. ഞങ്ങൾക്ക് 15% ധീരമായ വോട്ട് മതി. ശരി, ഞങ്ങൾക്ക് സീറ്റൊന്നും വേണ്ട. എന്തായാലും ഇത് ഞങ്ങൾക്ക് ഇവിടെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും 15% ആർജവമുള്ള വോട്ടുണ്ട്. ശരി, ഓക്കെ ബാലകൃഷ്ണൻ, എന്തായാലും താങ്കളുടെ സന്തോഷം. അങ്ങനെ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്ന്. ശ്രീ കുഞ്ഞഹമ്മദ്, ഈ ശശി തരൂര് ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കൽ അദ്ദേഹത്തിന് ഒരു ശീലമാണ്. ചിലപ്പോൾ അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയക്കാരനല്ല, ഞാൻ സ്വതന്ത്രമായ അഭിപ്രായമൊക്കെ പറയുന്ന ആളാണെന്ന് പറയുന്നത്, പക്ഷേ കോൺഗ്രസ്സുകാരുടെ വോട്ട് കൊണ്ടുകൂടിയാണ് ജയിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം കൂടിയാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ ഒരു അഭിപ്രായം പറയുന്നത് അത് യഥാർത്ഥത്തിൽ ആ പാർട്ടിക്ക് തന്നെ ഇട്ടുള്ള പണിയല്ലേ? നമസ്കാരം സാറേ. നമസ്കാരം. ഒരു മാസം മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, BJPനെ സഹായിക്കുന്ന കുറെ നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. അതും ഇതുമായിട്ട് കൂട്ടുമായി തന്നെയാണ്. അതങ്ങനെ ശ്രീ കുഞ്ഞഹമ്മദ്, BJPയുടെ അക്കൗണ്ട് തുറക്കാൻ നിൽക്കുന്ന BJPയെ തിരുവനന്തപുരത്ത് 2, 3, 4 തവണ തുടർച്ചയായി പരാജയപ്പെടുത്തിയ ഒരാളെ അങ്ങനെ BJPയിലേക്ക് ഉള്ള ആളെന്നൊക്കെ പറയുന്നത് മോശമല്ലേ? കോൺഗ്രസിൽ വർക്കിംഗ് കമ്മിറ്റി സ്ഥാനത്ത് ഇയാളെ പുറത്താക്കാൻ ധൈര്യമുണ്ട് കോൺഗ്രസില്? അതാ ചോദിക്കുന്നതാ. അല്ല, അതൊക്കെ ചോദിക്കാം, പക്ഷേ BJPയുടെ ആളാണെന്നൊക്കെ പറയാൻ കഴിയില്ല. BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുന്ന ആളല്ലേ? ഞങ്ങളെ പാർട്ടിയിലാണ്ട് പ്രസ്താവന നടത്തി 24 മണിക്കൂറിൽ എടുത്തെറിയും, അറിയോ? CPM-ന് ഭാഷണമുണ്ടെങ്കിൽ 24 മണിക്കൂറിൽ എടുത്തെറിയും. കോൺഗ്രസ് അങ്ങനെയല്ലല്ലോ, കോൺഗ്രസിന്റെ രീതി അങ്ങനെയല്ലല്ലോ. ഹലോ, നമസ്കാരം. ഓക്കെ, എന്തായാലും ശ്രീ കുഞ്ഞഹമ്മദാണ് പറഞ്ഞത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, ഈ താങ്കളുടെ MP ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ കൈപ്പത്തി ചിഹ്നത്തിലൊക്കെയാണ് മത്സരിക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ദേശീയ തലത്തിലടക്കം വെട്ടിലാക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് മോദിയുടെ നയതന്ത്ര വിജയത്തെക്കുറിച്ചാണ്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം. നമസ്കാരം.
ഇദ്ദേഹത്തെ കഴിഞ്ഞ തവണ നിർത്താൻ പാടില്ല എന്നും പറഞ്ഞ് പല മണ്ഡലത്തിൽ നിന്നും സുധാകരന് മെസ്സേജ് പോയതാണ്. പുള്ളിയെ ഞാൻ നിർത്തിയാലേ തന്നെ ജയിക്കത്തുള്ളതാണ് ഒരു പറയുന്നത്. വിളിച്ച് പറഞ്ഞതാണ് മേലിൽ ഈ ഇദ്ദേഹത്തിന് ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതാണ്. ഈ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭയം കൊണ്ടൊന്നും അല്ല ഇവിടെ ജയിക്കുന്നത്. ഇദ്ദേഹം മാത്രമല്ല 3-ാം പ്രാവശ്യം ജയിച്ചത്, കാശ് 3-ാം പ്രാവശ്യം ജയിച്ചതാണ്. ഓരോ വീടുകളിൽ കയറി ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് ആൾക്കാർ പറയുന്നത് ഇദ്ദേഹത്തെ ഒരു വഴിക്ക് കാണാനില്ല, ഒരു കാര്യത്തിൽ കിട്ടാറില്ല എന്നൊക്കെയാണ്. എന്നാലും നമ്മുടെ ഇതാണ് 19 മണ്ഡലത്തിൽ ഒരെണ്ണം മാത്രം തോറ്റ നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പറഞ്ഞ് ഓരോ വീടുകളിൽ ചെന്ന് പറഞ്ഞ് കാല് പിടിച്ചാണ് ഇത് കിട്ടിയത്, ജയിക്കുന്നത്. അല്ല ഇദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭയിൽ ഒരു വോട്ട് ഇപ്പൊ കിട്ടില്ല. ആദ്യം എങ്ങാണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നു. കാരണം വെച്ചാൽ ഇയാളൊരു എന്തോ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടത്തോ ഇതൊക്കെ മേടിച്ചു കൊടുത്തു, വള്ളോ അതൊക്കെ മേടിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രഭയിലൊക്കെ ആദ്യം കുറച്ച് കിട്ടി. ഇദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരെ കണ്ടുകൂടാ. പിന്നെ ഈ സമയമാകുമ്പോൾ എല്ലാ അടിയും പിടിയും മാറ്റി വെച്ച് ഒരുമിച്ചിരിക്കുക. അത് എവിടെ ആയാലും ശരി, എത്ര അടിയും പിടിയും ഉണ്ടായാലും ആ ഇലക്ഷന്റെ സമയമാകുമ്പോഴത്തേക്ക് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ഒരുമിച്ച് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ജയിച്ചത്. ഇത് നേരിൽ ഇങ്ങനെ നിർത്തൂല തീരുമാനിച്ചതാണ്. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നത് നിൽക്കില്ല, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് നിൽക്കില്ലാന്ന്. പക്ഷെ ഇത് മോശപ്പെട്ട ഒരു പരിപാടിയായിട്ട് ഇലക്ഷൻ സ്വീകരണ സമയത്ത് ഇദ്ദേഹം ഫ്ലൈറ്റിൽ പോകുമ്പോഴാണ് പോയത്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ജയകുമാർ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. പക്ഷേ ചാൾസ് 3 തവണയാണ് തിരുവനന്തപുരത്ത് ജയിച്ചത്. 96-ൽ അദ്ദേഹം പരാജയപ്പെട്ടു. ശശി തരൂർ 4 തവണ, ഏറ്റവും കൂടുതൽ തവണ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച MP ശശി തരൂർ തന്നെയാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട്, സൈനദാസനാണ്. ശ്രീ സൈനദാസൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാർട്ടിയെ വെട്ടിലാക്കുന്ന തരൂരിൻ്റെ ശീലം, അത് അദ്ദേഹം പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്നുള്ള എക്സ്ക്യൂസിൽ മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നാണോ? സർ നമസ്കാരം. സർ, നമസ്കാരം. എനിക്ക് പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമില്ല. എങ്കിലും എനിക്ക് കഴിഞ്ഞ വർഷം അമേരിക്കയിൽ പോകാൻ ഒരു ചാൻസ് കിട്ടിയിരുന്നു. അപ്പോഴേ അവിടെ ഈ മോദിയെ പറ്റിയിട്ടും ശശി തരൂരിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ്. കാരണം ഇദ്ദേഹം നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, പിന്നെ ഒരു പേഴ്സണാലിറ്റിയുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു ചാൻസ് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് മോദിയായിട്ട് നല്ലൊരു ബന്ധം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നല്ല ഗവർണറോ അതേമാതിരി വിദേശത്ത് എന്തെങ്കിലും ഒരു നല്ലൊരു പോസ്റ്റോ ഇദ്ദേഹത്തിന് കിട്ടും. ഇദ്ദേഹം നല്ലോണം പ്രവർത്തിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് 3-4 പ്രാവശ്യം ജയിച്ചല്ലോ, നല്ലൊരു ഇതാണല്ലോ. അതുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കൊണ്ടല്ലേ ജയിക്കുന്നത്. അപ്പൊ അതേ ഉള്ളൂ. ഞാൻ പ്രത്യേക ഒരു പാർട്ടിക്കാരനൊന്നുമല്ല, എനിക്കൊരു നല്ല അഭിപ്രായമാണ് ഇവരെ പറ്റിയൊക്കെ. നമസ്കാരം. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ സന്തോഷ് കേൾക്കാമോ? കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ യഥാർത്ഥത്തിൽ തരൂര് കോൺഗ്രസിനെ വെട്ടിലാക്കാൻ വേണ്ടി ബോധപൂർവം പറയുന്നതാണോ ഇങ്ങനെയൊക്കെ? ശശി തരൂർ എന്ന് പറയുന്ന ആള് UN-ലെ വലിയ ഉദ്യോഗം വഹിച്ച ആളാണ്. അപ്പൊ ഈ പുള്ളി കാര്യങ്ങളെ കാണുന്നത് കോൺഗ്രസ്സുകാർ കാണുന്ന കണ്ണിൽ കൂടെ അല്ല. ശശി തരൂര് രാഷ്ട്രീയത്തിലേക്ക് കയറുന്ന സമയത്ത് BJP-ക്കായിരുന്നു ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ശശി തരൂർ BJP നേരിട്ടങ്ങ് ജോയിൻ ചെയ്തേനെ. അന്ന് അവർ വിളിക്കാതെ ശശി തരൂർ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരുപക്ഷെ എവിടെയെങ്കിലും മത്സരിച്ച് അങ്ങ് പോയേനെ, BJP-യിലേക്ക് ഇട്ടവനെ പോയേനെ. ശശി തരൂരിന് ഇപ്പം BJP എന്നും കോൺഗ്രസ് ഒന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അല്ല ശ്രീ കൃഷ്ണൻകുട്ടി, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ അദ്ദേഹം ഈ BJP-യുടെ ആശയധാരയോട്, ഹിന്ദുത്വ ഐഡിയോളജിയോട് അതിനിശ്ചിതമായ വിമർശനമൊക്കെ ഉന്നയിക്കുന്ന ആളല്ലേ. അദ്ദേഹത്തിന് അങ്ങനെ ആശയപരമായി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു BJP നേതാക്കളൊക്കെ ചില കാര്യങ്ങൾ പുകഴ്ത്തുന്ന ആശയത്തോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളല്ലേ. അദ്ദേഹത്തിന് അങ്ങനെ BJP-യിൽ പോകാൻ കഴിയും? BJP എന്ന് പറയുന്ന ഒരു പാർട്ടി അവര് അവസരത്തിനൊത്ത് ഈ പറഞ്ഞ ഹിന്ദുത്വമൊക്കെ അവിടെ എവിടെയൊക്കെ വളച്ചൊടിക്കും. അത് ശശി തരൂരിനും ഒരു അംഗീകരിക്കാവുന്ന രീതിയിൽ ശശി തരൂരിനെ അവർ കൂടെ കൂട്ടും വേണ്ടി വന്നാല്. അപ്പൊ നോക്ക്, ഇപ്പൊ ഈ കോൺഗ്രസിന്റെ തന്നെ നേതാക്കന്മാരെ നോക്ക്. അവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെ സവർക്കറുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ പോയി തലകുനിച്ച് നിന്ന് വിളക്ക് കത്തിച്ച ആളാണ്. RSS-ന്റെ ക്യാമ്പിന് പിന്നെ സുരക്ഷിതത്വം കൊടുത്ത, സെക്യൂരിറ്റി കൊടുത്ത ആളാണ് KPCC പ്രസിഡന്റ്. ശശി തരൂർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ശശി തരൂരിന് പിന്നെ ഇപ്പൊ മനസ്സിൽ വന്ന ഒരു കാര്യം ശശി തരൂർ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ശശി തരൂരിന് അങ്ങനെ ഒരു പ്രത്യേകമായി കോൺഗ്രസിൽ തന്നെ നിൽക്കണമെന്നൊരു പുള്ളിക്ക് നിർബന്ധം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പുള്ളിയുടെ പ്രസ്താവനകൾ അങ്ങനെയാണ് വന്നിട്ടുള്ളതൊക്കെ. അതിന്റെ കൂട്ടത്തിൽ തന്നെ രാജീവ് ഗാന്ധി പറഞ്ഞൊരു കാര്യം ഓർക്കണം. ഗുജറാത്തിൽ ചെന്ന് പറഞ്ഞത് എന്താ പറഞ്ഞേ? കോൺഗ്രസിലുള്ള ഒരു 10-30 എണ്ണമെങ്കിലും വലിയ നേതാക്കന്മാർ തന്നെ BJP-യോടാണ് ആനുകൂല്യം കാണിക്കുന്നതെന്നും അവരെ വേണ്ടി വന്നാൽ പുറത്താക്കുമെന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ പ്രസംഗിച്ചിട്ട് അധികം ദിവസമായില്ല. അതെ, ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, നമസ്കാരം. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം, പറഞ്ഞോളൂ. ഇത് പറയുമ്പോൾ എനിക്ക് ഇതിന് മുൻപത്തെ ചർച്ചയിൽ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യമാണ്.
അദ്ദേഹത്തിന് വേണമെങ്കിൽ പാർട്ടി വിട്ടങ്ങ് പോയിക്കൂടെ? അദ്ദേഹത്തിന് എന്താ ലക്ഷ്യം എന്നുള്ളത് ആർക്കും മനസ്സിലായില്ല. നമുക്ക് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുമല്ലോ. മോഡിയെ ശക്തിയുക്തം എതിർക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന് വേണ്ടിയിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി എന്തോരം കിടന്നിട്ട് ബഹളയിടുന്നു, കഷ്ടപ്പെടുന്നു, അങ്ങനെ ജയിലിൽ പോയി, എന്തെല്ലാം സംഭവം ഉണ്ടായി. ആ സമയത്ത് ഈ മോദി സ്തുതിക്കാണ് അങ്ങേര് എന്തിനാ കോൺഗ്രസിൽ നിൽക്കണമെന്ന് അങ്ങേര് പരിപാടി നടത്തി നേരെ അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ഇവര് കളയുക. ഇത് കേട്ട് 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 മടുത്ത് ഇപ്പൊ ജനത്തിന് തന്നെ ഇത് എന്താ ഇങ്ങനെ ലക്ഷ്യമെന്ന് മനസ്സിലാകുന്നില്ലോ. ഒന്നുമില്ല, അങ്ങേർക്ക് കേരളത്തിൽ കഴിഞ്ഞ് നേതൃസ്ഥാനം കൊടുക്കുകയോ അടുത്ത മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ? ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് മറ്റൊരു പാർട്ടിയെ സ്തുതിക്കുന്നതിന് ഒരു കണക്കൊക്കെ ഇല്ലേ? പ്രാവശ്യം അയാൾ പിന്നെ ഇതൊക്കെ തിരുത്താൻ തയ്യാറായെന്ന് പറയുന്നു. ശരി, തങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമ്മുടെ യൂട്യൂബിൽ സുനിമോൾ പറയുന്നു, ശശി തരൂർ നല്ലൊരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ശരിയായ കാര്യമല്ലേ പറഞ്ഞത്? അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞതിന് എന്താണ് തെറ്റ്? അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല, അദ്ദേഹം പറഞ്ഞ സത്യമാണ് പറഞ്ഞതെന്ന് പറയുന്നു. ശരി, ആര് പറഞ്ഞാലും അതിനെ അംഗീകരിക്കണമെന്നാണ് SD ഡാനിയൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ജോസഫ് കെ പറയുന്നു, ശശിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് ജോസഫ് ഡാനിയൽ പറയുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ കൂടി നമ്മുടെ യൂട്യൂബിൽ കൂടി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകരുടെ മുകുന്ദനാണ് കോഴിക്കോട് നിന്നും. ശ്രീ മുകുന്ദൻ, താങ്കൾ ഈ വിഷയത്തിൽ തരൂരിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിന് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് ശശി തരൂർ. കാരണം എന്നൊരു രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. ഇപ്പൊ ഹലോ പറഞ്ഞോളൂ, താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്താൽ നന്നായി പറയാം. അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് ഞാൻ ജയിക്കുന്നതിന്റെ ഒരു ധാരണയാണ്. സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ട് കൊണ്ടാണ് ജയിക്കുന്നത്. നിഷ്പക്ഷമായിട്ടില്ല, വരെ വോട്ടും കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇയാൾ എന്തോ ഒരു സംഭവം എന്നൊരു ധാരണ. അയാൾ ചെയ്യേണ്ടത് MP സ്ഥാനം രാജിവെച്ചിട്ട് സ്വതന്ത്രമായിട്ട് തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ട് ജയിച്ചിട്ട് അയാൾക്ക് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാം. അതാണ് വേണ്ടത്. അല്ലാതെ ഒരു പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ചിട്ട് ആ പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുന്ന പ്രസ്ഥാനം ഇറക്കുന്ന ഒരു അന്തസ്സല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശശി തരൂർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വന്തം പാർട്ടിയെ വെട്ടിലാക്കുന്ന ഒരു ശീലമുണ്ടല്ലോ, എന്തായിരിക്കും കാരണം? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. ഇത്തരം ഉളുപ്പും സുറുമില്ലാത്തൊരു മനുഷ്യൻ അയാളെ പോലെ വേറെ ഇല്ല. കാരണം അയാൾ ഇതുവരെ വേറെ പാർട്ടിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പൊ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത്. എന്താ അയാൾ ഇവിടുത്തെ ഒരു വലിയൊരാളാ, അയാളൊരു MP അല്ലായിരുന്നു. പിന്നെ അയാളൊക്കെ കുറെ ലോകം കണ്ട മനുഷ്യനല്ലേ. എന്നിട്ട് ഇത്ര സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വർത്താനം പറയുന്ന ഒരു മനുഷ്യൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് ചാരണം, ഒരു MP ആകണം. അതിനും വേണ്ടിയിട്ടില്ല പല കളിയും കളിക്കാണ് അയാള്. ഇത്തരം മനുഷ്യന്മാരൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് പിഴുത് മാറ്റണം. അതാണ് എൻ്റെ അഭിപ്രായം സാറേ. ശരി, ഓക്കെ. എന്നാൽ നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിക്കാം. ശ്രീ ജോസഫ് കെ പറയുന്നു, ശശിയുടെ സർട്ടിഫിക്കറ്റ് മോദിജിക്ക് വേണ്ട എന്ന് പറയുന്നു. അഭിപ്രായം പറയാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കലൊക്കെ അല്ലല്ലോ ശ്രീ ജോസഫ്. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ അവർ പറയും, ചിലർ വിമർശിക്കും, ചിലർ അനുകൂലിക്കും. മോദിയെ അതിശക്തമായി വിമർശിച്ചിട്ടുള്ള ആൾ കൂടിയാണ് ഈ ശശി തരൂർ എന്ന്. ഇപ്പോൾ അദ്ദേഹം വേറെ വിഷയത്തിൽ അനുകൂലിക്കുന്നു. തോമസ് KC പറയുന്നു, സാമ്പാർ എന്തിനോ വേണ്ടി തിളയ്ക്കുന്നു എന്ന് പറയുന്നു. എന്തിനോ വേണ്ടി എന്ന് കൂടി ചേർക്കണം, എന്തിനോ തിളയ്ക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് എൻ്റെ ഒരു ശൈലി. കൊങ്ങികൾക്കും കമ്മിയേക്കും അവതാരകനും സഹിക്കുന്നില്ല എന്ന് പറയുന്നു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ശശി തരൂർ പറഞ്ഞുകൊണ്ട് സഹിക്കാനോ അല്ലെങ്കിൽ അതിന് സഹിക്കൽ കേടോ ഒന്നും പ്രത്യേകിച്ചില്ല. തരൂർ പറഞ്ഞത് സ്വാഭാവികമായും ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാവുന്ന വിഷയമാണ്. അത്തരം ചർച്ചയാവുന്ന വിഷയങ്ങളെ പൊതുവെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അതിൽ പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളത് സ്വീകരിക്കുന്നത്. ഈ ഫിജറ്റ സമയു എന്നൊക്കെ പറയുന്നത് സ്വന്തമായ ഒരു പേര് ഒക്കെ കാണുമല്ലോ. എന്തായാലും ആ ഫിജറ്റ സമയു ആ പേരൊക്കെ ഇട്ട് ആ പേരിൽ തന്നെ എഴുതാനുള്ള ഒരു ധൈര്യം ആദ്യം പ്രകടിപ്പിക്കുക. ഇത്ര ഭീരുമായി നിന്ന് ഒളിച്ചു നിന്നുകൊണ്ട് ഇത്തരം അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിന് പകരം ധൈര്യമായി മുന്നോട്ട് വന്ന അഭിപ്രായം പറയുക. നിങ്ങളുടെ അഭിപ്രായം എതിരാണെങ്കിലും ഞങ്ങളത് വായിക്കും, അതിനൊന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞങ്ങൾക്ക് അങ്ങനെ എതിരഭിപ്രായം വായിക്കില്ല എന്നൊരു നിലപാട് ഞങ്ങൾക്കില്ല. എതിരഭിപ്രായമായാലും അനുകൂലിച്ചുള്ള അഭിപ്രായമായാലും നിങ്ങളുടെ അവകാശമാണ് അത് പറയാനുള്ള, ജനാധിപത്യപരമായ അവകാശമുണ്ട്. ആ അവകാശം നിങ്ങൾക്ക് ഉപയോഗിക്കാം, മാന്യമായി പറയണമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ട നിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന രീതിയിൽ ഇപ്പോൾ ഏറ്റവും അവസാനം പറയുന്നു നരേന്ദ്രമോദി യുക്രൈനും റഷ്യയ്ക്കും ഒരേപോലെ സ്വീകാര്യനായ പ്രധാനമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് മോദിയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്തുതിച്ചു വിടുന്നു. അത് ഈ കോൺഗ്രസിന്റെ നേതാക്കൾക്കുള്ളൊരു പണിയാണോ? തീർച്ചയായിട്ടും പറഞ്ഞു. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പിന്നെങ്കിൽ കേന്ദ്രമന്ത്രിയായി MP ആയി ഇപ്പം കോൺഗ്രസിനെങ്കിലും കുത്തി നോവിക്കുന്നത് വലിയൊരു ദോഷം തന്നെയാണ്. അതുകൊണ്ട് അത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്
ചുരുട്ടി ചുരുട്ടി വലിച്ച് പുറത്തെറിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഏലിയാസ് ആണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ഏലിയാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശശി തരൂരിനെ വേണ്ട രീതിയിൽ കോൺഗ്രസിന്റെ നേതാക്കൾ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു കെറു വെച്ച് ഇടയ്ക്ക് അവരെ ഒന്ന് കുത്തുന്നതാണോ, അതോ ഇനി മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? രാജനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂരിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഞാൻ പണ്ടേ പറഞ്ഞതായി, വെറുതെ ഇനി തരൂർ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ കിട്ടാനുള്ളതെല്ലാം കിട്ടി, MP ആയി, കാര്യങ്ങൾ ഒരു കാര്യവും ഇനി നടക്കാനും പോകുന്നില്ല. കോൺഗ്രസ് തൊട്ട് ഭരണത്തിലോട്ട് വരാനും പോകുന്നില്ല സെൻട്രലിൽ. എത്രയും പെട്ടെന്ന് രാജിവെച്ച, എനിക്ക് തോന്നുന്നു ഈ MP സ്ഥാനം കഴിയുന്ന സമയത്തേക്ക് BJPയിൽ എത്തും. പുള്ളി അടുത്ത BJPയിൽ നിന്ന് ജയിക്കുകയും ചെയ്യും തിരുവനന്തപുരത്ത്. എന്നിട്ട് പുള്ളി കേന്ദ്രമന്ത്രിയോ വല്ലതും ആകാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ആകണം. അല്ല വെറുതെ ചുമ്മാ നിന്ന് ഈ ചത്ത കോൺഗ്രസിന്റെ അകത്ത് നിന്ന് തൈര് കുടിക്കാൻ ഓർത്താൻ പുള്ളിക്ക് അങ്ങനെ BJPയിൽ പോയാൽ ജയിക്കാൻ കഴിയുമോ? ജയിക്കും. തിരുവനന്തപുരത്ത് ജയിക്കും സാറേ. തിരുവനന്തപുരത്തെ മിക്കവാറും 50% ആൾക്കാരും BJPയോട് ചായവുള്ളവരാ. അങ്ങനെയാണെങ്കിൽ അവിടെ MLA സ്ഥാനമൊക്കെ BJPക്ക് എവിടെയെങ്കിലും കിട്ടണ്ടേ? സ്ഥാനം കിട്ടത്തില്ലേ? MP ആയിട്ട് ജയിക്കാൻ പറ്റും, അത് ആയാലും ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ KM മുരളീധരനും വെറുതെ നിൽക്കുക, മന്ത്രി പോലും ആകത്തില്ലെന്നാ ഞാൻ അകത്തുനിന്ന് കേട്ട സംഗതി. ഞാൻ കേട്ടതേ ഉള്ളൂ, എന്നെ ചീത്തവിളിന്നാരും വിളിക്കരുത്. കാരണം വെറുതെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കുമ്മിൾ നസീറാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ കുമ്മിൾ നസീർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് സത്യത്തിൽ ഇതിൽ എന്താ പറയേണ്ടത്? ഇദ്ദേഹം നമ്മുടെ ശശി തരൂര് ഒരു വല്ലാത്തൊരു എന്താണ് ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുകയാണ് കോൺഗ്രസിന്. കോൺഗ്രസ് മൊത്തത്തിലാകെ പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ കൂടെ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുക. ഇപ്പൊ ഇതിനിടയ്ക്ക് വെച്ചിട്ട് കേരള സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചു, കോലാഹലം ഉണ്ടാക്കി. അതിനുശേഷം അദ്ദേഹം തിരുത്തി പറഞ്ഞു ഇപ്പൊ എന്താ മോദിക്ക് അനുകൂലമായിട്ട്. ഇപ്പൊ മോദിക്ക് അനുകൂലമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ തെറ്റൊന്നുമില്ല. കാര്യം ഒരു നയതന്ത്രജ്ഞൻ എന്ന രീതിയിൽ മോദി കാണിച്ച പ്രവർത്തനങ്ങളെ പ്രശംസിക്കുമ്പോൾ അതിനെ ഇത്ര കോലാഹലം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കോലാഹലം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഇത് കണ്ടുകൊണ്ട് ചില ആൾക്കാർ വെള്ളം തിളപ്പിക്കുകയാണ്. ഇദ്ദേഹം കോൺഗ്രസിലും BJPയിലും പോകില്ല, CPM-ലും പോകില്ല. ഇദ്ദേഹം കോൺഗ്രസ് തന്നെ നിൽക്കും. ഇദ്ദേഹത്തിന്റെ തന്ത്രമാണത്. ആ തന്ത്രം എന്താണെന്നുള്ള കാര്യം ഈ അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. താങ്കൾക്ക് മനസ്സിലായെന്ന് അഭിപ്രായം വ്യക്തമായി. കുമ്മിൾ നസീർ, താങ്കൾ പൊതുപ്രവർത്തകനാണോ? തീർച്ചയായും ഞാൻ എഴുത്തുകാരനാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ? അല്ലല്ല, ഞാനൊരു ഇടതുപക്ഷ ചിന്താധികാരനാണ്. എങ്കിലും എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാട്. ശരി, ഓക്കെ. എന്നാലും പേരൊക്കെ എങ്ങനെയാണ്ട് എനിക്ക് അഭിപ്രായം കൂടെ കേട്ടതുകൊണ്ട് തോന്നിയതാണ്. എഴുത്തുകാരാണ്, ഞാൻ എഴുത്തുകാരനാണ്. ഇതിനു മുമ്പ് നിങ്ങളുടെ ഈ പ്രോഗ്രാം മിക്കവാറൊക്കെ ഞാൻ വിളിച്ച് എന്തായാലും നന്ദി. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ, നേരത്തെ ഞാൻ പറഞ്ഞ എന്താ ഫ്ലിജിറ്റ സംയു, കാര്യം പറഞ്ഞാൽ പോരെ മാഷേ, പേരെന്തായാലും പിന്നെ മാന്യതക്കുറവ് എന്തായിരുന്നു എൻ്റെ വാക്കുകൾ. ശ്രീ ഫ്ലിജിറ്റ സംയു, അങ്ങനെ താങ്കൾ ഏതെങ്കിലും മാന്യതക്കുറവ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല. വിയോജിച്ചതിൻ്റെ അഭിപ്രായം എന്ന് തന്നെയാണ് പറഞ്ഞത്. പൊതുവേ പറഞ്ഞതാണ്, അങ്ങനെ മാന്യമായി പ്രതികരിച്ചാൽ ഏത് വിയോജിപ്പും ഞങ്ങൾ പറയുമെന്നത്. പക്ഷേ സ്വന്തം പേരിൽ പറയുക എന്നത് ഒരു മാന്യതയാണ്, അന്തസ്സാണ്. നമ്മൾ ഒളിഞ്ഞിരുന്ന് മറ്റ് പേരുകൾ പറയുന്നത് ഒരു മാന്യതയല്ല. അത് അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു അഭിപ്രായം പറയണമെങ്കിൽ അത് നമ്മുടെ പേരിൽ പറയാമല്ലോ. അങ്ങനെ എന്തിനാണ് നമ്മൾ ഭയപ്പെട്ട് മാറി നിൽക്കുന്ന മറ്റൊരു പേരിലൊക്കെ പറയുന്നത്? അത് പ്രത്യേകിച്ച് ഈ കാലത്ത് അങ്ങനെയൊക്കെയുള്ള വ്യാജ പേരുകൾ വന്നാണ് ആളുകൾ ഈ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് തന്നെ ഒരു മോശപ്പെട്ട അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ പേരിൽ തന്നെ പറയണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. താങ്കൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ജയയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ജയ, ഈ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശശി തരൂർ 4 തവണ ജയിച്ചൊരു MP ഒക്കെയാണ്. പക്ഷേ ശശി തരൂർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺഗ്രസിനെ തന്നെ വെട്ടിലാക്കുന്ന ചില പരാമർശങ്ങളൊക്കെ നടത്തി കാണും. എന്തായിരിക്കും അതിന് കാരണം? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഇത് വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് പുള്ളി കാണിക്കുന്നത്. അടിക്കടി ഇങ്ങനെ കാണിച്ചിട്ട് കോൺഗ്രസിന് തലവേദനയായി നിൽക്കാതെ പുള്ളിക്ക് BJP പോകാൻ താല്പര്യമെങ്കിൽ അങ്ങ് പോകണം. ആരും പിടിച്ചു കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഇങ്ങനെ നിന്ന് ചുമ്മാതെ മാനസികമായിട്ട് അവര് തളർന്നു നിൽക്കുന്ന സമയമല്ലേ കോൺഗ്രസ്സുകാര്. അപ്പം ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരാള് കുത്തി നോവിക്കാതെ അദ്ദേഹത്തിന് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങ് പോകണം. കോൺഗ്രസിൽ നിന്ന് കിട്ടിയ കണക്കുള്ള സ്ഥാനമാനങ്ങളൊന്നും BJPയിൽ പ്രതീക്ഷിക്കണ്ട. പത്മജ വേണുഗോപാൽ പോയിട്ട് എന്തായി? ഒന്നും ആയില്ലല്ലോ. അങ്ങനെ പലരും പോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും വേണ്ട. പക്ഷെ ഇത് ശരിയായ ഒരു നടപടിയല്ല പുള്ളി കാണിക്കുന്നത്. പുള്ളി എത്രയും പെട്ടെന്ന് പിടിച്ച് പുറത്ത് കളയണം. ശരി, എന്റെ അഭിപ്രായം. ശ്രീ ദയാനന്ദാണ് തിരുവല്ലയിൽ നിന്നും. ശ്രീ ദയാനന്ദ്, ഇലക്ഷൻ കഴിഞ്ഞ് ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോ തമ്മിൽ മത്സരിക്കുക, വഴക്കുണ്ടാക്കുക, എന്തുവേണേ പറയാ. അപ്പൊ ശശി തരൂരിനെ കുറ്റപ്പെട്ടിട്ട് കാര്യമില്ല. അത് നമ്മുടെ
മനസ്സിലെ ഇതാണ് പക്വത കുറവ് കാണിക്കുന്നത്. അതാണ് എന്റെ അഭിപ്രായം. എങ്ങനെയാണ് മനസ്സിലായില്ലേ? എങ്ങനെ പക്വത കുറവെന്ന് ഉദ്ദേശം എങ്ങനെയാണ്? അല്ല, ജനാധിപത്യത്തിൽ പക്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇലക്ഷൻ സമയത്ത് തമ്മിൽ അങ്ങോട്ട് മത്സരമുണ്ട്. അന്നേരം അത് പറയും ഇത് പറയും എന്തുവരെ പറയും. പക്ഷെ വൺസ് ഈ ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള സമയങ്ങൾ എന്ന് പറഞ്ഞാല് രാജ്യത്തിന്റെ താല്പര്യം അല്ലെങ്കിൽ നാടിന്റെ താല്പര്യം നോക്കേണ്ടത്. അല്ലാതെ ഒരാൾ ചെയ്യുന്ന എല്ലാം തെറ്റെന്നോ ആവശ്യമില്ലാതെ അത് പാടില്ല. അപ്പൊ ശശി തരൂർ പറയുന്നത് ശരിയല്ലേ? അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ശ്രീ സമയ 9 മീഡിയ പറയുന്നു, മോദിയുടെ ശരിയായ നടപടികളെ പിന്തുണയ്ക്കുന്നതിൽ എന്തിനാണ് വിവാദം എന്ന് ചോദിക്കുന്നു. ശ്രീ സമയ 9 മീഡിയയും അതും ഞാൻ പറയുന്നത് പോലെ ഇവർക്കൊക്കെ സ്വന്തം പേരിലങ്ങ് എഴുതിക്കൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നിങ്ങളോടുള്ളത്. എന്തായാലും ആരുടെ ശരിയായ നടപടിയും ആരും പിന്തുണയ്ക്കുന്നതിന് ആരും എതിരല്ല. പക്ഷേ അതൊരു രാഷ്ട്രീയ വിവാദമായി മാറുമ്പോൾ ജനങ്ങൾക്ക് ആ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങളും കാണും. താങ്കളും കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബാലേന്ദ്രനാണ്, യു പിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലേന്ദ്രൻ, താങ്കൾക്ക് ഈ യു പിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ തരൂർ ഇടയ്ക്കിടയ്ക്ക് മോദിയെ അനുകൂലിച്ചുകൊണ്ട്, നേരത്തെ പിണറായിയെ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടൊക്കെ ഇടയ്ക്ക് സംസാരിച്ചിരുന്നു. ഇതെന്തായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസിനിട്ട് ഇത് കൊട്ടാവുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം, പക്ഷെ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്? ആദ്യമേ നമസ്കാരം. നമസ്കാരം. ഞാൻ അതിന് വേറെ രീതിയിൽ നോക്കിക്കാണുന്നത്, ഒന്നാമത്തെ അദ്ദേഹം ഒരു പക്ക രാഷ്ട്രീയക്കാരനല്ല. 4 തവണ ജയിച്ചു, പ്രവർത്തക സമിതി അംഗമൊക്കെയാണ് ഇപ്പോ, പഴയ തരൂരല്ല. ഇല്ല അതൊക്കെ ആണെങ്കിലും ഒരു പക്ക രാഷ്ട്രീയക്കാരനായിട്ട്, ഒരു നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയക്കാരനായിട്ട് ഒട്ടും തോന്നുന്നില്ല നമ്മളവിടെ ജയിച്ചു വെച്ചാലും. പിന്നെന്ന് പറഞ്ഞാൽ ആരൊക്കെ കൂടിയിട്ട് ഒരു പുകമറ സൃഷ്ടിച്ചു, ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ ഒരു ചാൻസ് ഉണ്ട് എന്നൊരു കുപ്പായം റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. മൂപ്പര് അതിലൊരു താല്പര്യം ഉണ്ടാകും ചിലപ്പോൾ ഉള്ളില്. പിന്നെ ഒരു അഭിപ്രായം പറഞ്ഞു വെച്ചിട്ട് ഒരു മനുഷ്യന്റെ അഭിപ്രായമല്ലേ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായി കിടക്കുന്ന ഒരു സംഘടനയിൽ ഏതെങ്കിലും ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഇതിനേക്കാളും കൊള്ളരുതാത്ത എത്ര വർത്തമാനം കോൺഗ്രസ് ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഒന്നില്ലെങ്കിൽ കണ്ണടച്ച് വിടാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഇവർക്ക് വലിയ ചുറ്റവട്ടത്തിൽ ജീവിക്കുന്ന പാർട്ടിയാണെങ്കിൽ അവർക്ക് ഒന്നില്ലെങ്കിൽ പുറത്താക്കാം. അതിന് അവരുടെ അധികാര പരിധി ഉണ്ട്. ശരി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒന്നുകിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, കണ്ണടച്ച് വിടുകയോ പുറത്താക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ശ്രീ പ്രസാദാണ് പാലക്കാട് നിന്ന്. ശ്രീ പ്രസാദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂർ എന്താണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം കോൺഗ്രസ് ഒരു വ്യക്തി നിലയ്ക്ക് അഭിപ്രായം പറയാം, ഒരു ഉണ്ട്. പക്ഷെ എന്നാൽ നമുക്ക് ഒരു കോൺഗ്രസിന്റെയും UDF-ന്റെയും ടിക്കറ്റിൽ ജയിച്ച് ഒരു MP ആയി. പക്ഷെ MP ആയ ആ MP-യുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം BJP-യുടെയും മോഡിയുടെയും അല്ലെങ്കിൽ LDF-ന്റെയും അനുകൂലമായിട്ടുള്ള വാക്കുകൾ പറയുന്നത് ഒരു അഭിപ്രായത്തിന് വ്യത്യാസമാണ്. അത് പറയാൻ പാടില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ പല പ്രസ്താവനകൾ നമ്മൾ നോക്കുമ്പോൾ ഈ അടുത്തൊരു ടിക്കറ്റ് രാഷ്ട്രപതി ആകാനുള്ള നോക്കാണെന്നാണ് നമുക്ക് മനസ്സിലാകും. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രജിത്താണ്, അമ്പലപ്പുഴയിൽ നിന്നാണ്. ശ്രീ രജിത്ത്, താങ്കൾക്ക് പറയൂ. നമസ്തേ. പറഞ്ഞു. ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ ശ്രീ രജിത്ത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ തരൂര് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തരൂരിന് മുമ്പും ശരിക്കും കോൺഗ്രസ് പാർട്ടിയില് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസിന് ഒരു വളക്കൂറുള്ള മണ്ണിലാണ് തരൂര് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്. അല്ലാതെ തരൂര് ആദ്യമായി വന്നിട്ട് ജയിച്ച് ആ മണ്ഡലം നേടിയെടുക്കുക അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയിൽ അധിഷ്ഠിതമായിട്ട് തരൂര് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. തരൂരിന് വേണ്ടി വോട്ട് ചെയ്യുന്ന പൂന്തുറയിലെയൊക്കെ പാവപ്പെട്ട വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുടെ ആ ഏരിയകളിലാണ് ശരിക്കും തരൂര് ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. നഗരപ്രദേശങ്ങളിൽ പോലും അല്ല. ശരിക്കും പറഞ്ഞാൽ നിർണായകമായ മത്സരത്തിൽ ആ 3 മണ്ഡലം തീരദേശ മണ്ഡലങ്ങളാണ് അദ്ദേഹത്തെ തുണച്ചത്. ശ്രീ മധുവാണ്. ശരി, നോക്കുമ്പോ മനസ്സിലായി. ശ്രീ മധുവാണ് പാലക്കാട് നിന്ന്. ശ്രീ മധു, താങ്കൾക്ക് എന്താണ് തോന്നുന്നു? ഈ ഇടയ്ക്കിടയ്ക്ക് തരൂർ ഇങ്ങനെ സ്വന്തം പാർട്ടിക്ക് തന്നെ തലവേദന സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാവും? നമസ്കാരം, പറഞ്ഞു. ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാറേ, അത് നമ്മള് പൂന്താനം പാടില്ല സാറേ. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ടു നടക്കുന്നത് അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. കാരണം ഇത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പല, ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല.
അപ്പൊ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഗോൾഡൻ ചാൻസ് കിട്ടുമോ എന്ന് നോക്കി പുള്ളി ഒരു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇവര് എന്തെങ്കിലും ഒരു നടപടി എടുക്കാന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് വായ തുറക്കുന്നില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. ഒന്നും മണ്ടണ്ടെന്നാ പറഞ്ഞു. പുള്ളി എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് പുള്ളിയെ വിട്ടിരിക്കുക. കാരണം അവർക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുക. എന്തായാലും ശ്രീ മധുവിന്റെ അഭിപ്രായം ശരിയാണെന്ന് തോന്നുന്നു. കോൺഗ്രസ്സുകാരും ഒരു വല്ലാത്ത പെട്ട് നിൽക്കുകയാണ്. തള്ളാനും വയ്യ കൊള്ളാനും വയ്യാത്തൊരവസ്ഥയിലാണ്. ശ്രീ അനഘയാണ് മാവേലിക്കരയിൽ നിന്ന്. ശ്രീമതി അനഘ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂരിന്റെ ഈ കളി എന്താവും? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഇതിൽ സർ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ശശി തരൂർ എന്ന് പറഞ്ഞാൽ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പം വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ ഇന്നും ഇന്നലെയും കോൺഗ്രസിൽ വന്ന ഒരു മനുഷ്യനല്ല അദ്ദേഹം വർഷങ്ങളായിട്ട് കോൺഗ്രസിന്റെ പല പല നേതാക്കന്മാരുടെ ഒപ്പം പല ജനറേഷൻസിന്റെ ഒപ്പം നിന്നൊരു മനുഷ്യനാണ്. അപ്പം ഒരു ദീർഘമായ കേരളത്തിലെ മറ്റ് നേതാക്കന്മാരെ എം പിമാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തരൂർ ഒരുപാട് ജൂനിയർ ആണ്. കോൺഗ്രസിൽ ചേരുമ്പോൾ തന്നെ മത്സരിക്കുകയായിരുന്നു, അല്ലാതെ ദീർഘകാലമായി കോൺഗ്രസിൽ പ്രവർത്തിച്ച ആളും അങ്ങനെയൊന്നും അല്ല. മീൻസ് അദ്ദേഹം വർഷങ്ങളായിട്ട് ഇപ്പൊ എന്തായാലും മോദി സർക്കാർ വന്നതിന് ശേഷം പാർട്ടി വന്ന ഒരാളല്ലല്ലോ. അതല്ല അതിന് മുമ്പ് ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ഒന്നാം UPA സർക്കാരിന്റെ മീൻസ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം കോൺഗ്രസിന്റെ സർക്കാർ ഉള്ളപ്പോ തന്നെ ഈ ഒരു എന്താ പറയുക പൊളിറ്റിക്സിൽ വന്നൊരു മനുഷ്യനാണ്. അപ്പോ ഒരു പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ജിയോ പൊളിറ്റിക്കൽ ലെവലിൽ എന്ത് സ്ഥാനം കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എന്ത് സ്ഥാനം കിട്ടുന്നു, ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കുന്നുണ്ടോ? ഈ രാജ്യത്ത് തന്നെയാണല്ലോ താജ് ബോംബും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അന്ന് എത്രയൊക്കെ രാജ്യങ്ങൾ നമ്മുടെ ഒപ്പം നിന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പം ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറയുന്ന കാര്യങ്ങള് ഒരു 2 രാജ്യങ്ങൾ, യുക്രൈനും റഷ്യ എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യങ്ങളൊന്നും അല്ലല്ലോ, വലിയ രാജ്യങ്ങൾ തന്നെയാണ്. അപ്പൊ അവർ അംഗീകരിക്കുന്ന ലെവലിൽ നമ്മുടെ ഒരു പ്രൈം മിനിസ്റ്ററിന് നമ്മുടെ രാജ്യത്തിന്റെ ഒപ്പീനിയന് പുട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന എന്ന് മാത്രമാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് ഉള്ള കാര്യമാണ് പറയുന്നത്. ഒരിക്കലും മോദിയെ പേഴ്സണലായിട്ട് പ്രൈസ് ചെയ്തൊന്നുമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അപ്പൊ നമ്മൾ അത് ഉള്ള കാര്യം പറയുമ്പോൾ അനഘയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകനെ കൂടി പോകേണ്ടതുണ്ട്. രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തിൽ തരൂര് തിരുവനന്തപുരത്ത് തീരദേശ പ്രദേശത്ത് വോട്ട് വാങ്ങി ജയിക്കുന്നു അല്ലെങ്കിൽ തോൽക്കുന്നു, ജയപരാജയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലത്. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും തീർച്ചയായിട്ടും ഞാൻ CPIയുടെ പ്രവർത്തകനാണ്, ഇടതുപക്ഷ പ്രവർത്തകനാണ്. തരൂര് വന്ന് അവസാനം CPI 3ാം സ്ഥാനത്തേക്ക് തള്ളിയത്. അതെ, അത് തന്നെ. അതുകൊണ്ടാണല്ലോ പറയുന്നത്, കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും BJP ആയാലും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഭാവിയിൽ തരണം ചെയ്യാൻ പോകുന്ന ഒരു വിഷയമാണ് ഈ പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, മുഴുവൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആചാരതുല്യരായിട്ടുള്ള നേതാക്കന്മാർ വളർത്തിക്കൊണ്ടുവന്ന ഒരു ആദർശവും ക്രെഡിബിലിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഗുണഫലമാണ് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ അനുഭവിക്കുന്നത്. എന്നാൽ ഇന്ന് ആ പഴയ കാലവും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ പഴയ കാലത്തെ ക്രെഡിബിലിറ്റിയോ ആദർശധീരതയോ രാഷ്ട്രീയത്തിലെ സമചിത്തതയോ ഇല്ല. അപ്പോൾ കാര്യം സാധിക്കാൻ വേണ്ടി മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവരെ കൊണ്ടുവന്ന് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു. നമ്മളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മൂക്കാതെ പഴുത്താൽ അത് ഭക്ഷ്യയോഗ്യമല്ല എന്ന് പറയുന്നത് പോലെ തരൂരിനെ പോലുള്ളവർ മിക്കവാറും എല്ലാ പാർട്ടികളിലും ഉണ്ട്. അഭിപ്രായം വളരെ വ്യക്തമാണ്. CPI ഉണ്ടോ അങ്ങനത്തെ ആളുകൾ? പൊതുവെ പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഈ പ്രവർത്തിച്ച് തരണം ചെയ്യാത്ത, പ്രവർത്തിച്ച് പാരമ്പര്യമില്ലാത്തവരെ അങ്ങനെ ആളുകളുണ്ടോ? അതിനെ ഞാൻ അതിൽ കോമൺ ആയിട്ട് പറഞ്ഞത്, ഒരു പാർട്ടിക്കും ഭൂഷണമല്ല. പാർട്ടിയിൽ അധ്വാനിച്ച് വരാത്തവരെ കൊണ്ടുവന്ന് സ്ഥാനമാനങ്ങൾ കൊടുത്താൽ അവരെ ജയിക്കാൻ വേണ്ടി അങ്ങനെ ആളുകളെ കൊണ്ടുവരേണ്ടി വരില്ലേ? അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നശിക്കും അങ്ങനെ പോയാൽ. അവരെ നിർത്തി പണിയെടുപ്പിച്ച് പ്രസ്ഥാനത്തോട് പൂർണ്ണവരാക്കി. നമുക്ക് ഇനിയും ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, ഈ തരൂർ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് കോൺഗ്രസിനെ ദേശീയ തലത്തിലൊക്കെ പലതരത്തിൽ ബാധിക്കുമെന്ന്. പക്ഷേ അപ്പോഴും അദ്ദേഹം അത് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനിട്ടൊരു കൊട്ടു കൊടുക്കുന്നതാണോ? അങ്ങനെ എനിക്ക് തോന്നുന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, വസ്തുത പറഞ്ഞത് 3 കൊല്ലം മുന്നേ പുള്ളി ഇതായിരുന്നില്ല. ശരിക്കും ഉക്രൈനും റഷ്യനും യുദ്ധം ഉണ്ടായപ്പോ പുള്ളി ഉക്രൈന്റെ ഭാഗത്ത് നിൽക്കുന്നതാണ് പുള്ളി നിലപാട്. അപ്പൊ മോദി അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ ചേരാൻ നയം സ്വീകരിച്ചു. അങ്ങനെ ഉക്രൈനും കൂടി നിന്നില്ല, റഷ്യ കൂടി നിന്നില്ല. ഇപ്പൊ ട്രംപിന്റെ ഭീഷണി കൊണ്ടായാലും ഏറെക്കുറെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യം കെട്ടിയിട്ടില്ല. കാരണം 2 കൂട്ടം വെറുപ്പിലായ രീതിയിൽ അവരെ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു.
അതൊരു കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ ഇയാള് ഒരു കാരണവശാലും കോൺഗ്രസിന്റെ മുഖത്ത് കരിവാരി എറിയുന്ന രീതിയില് പ്രസ്താവന തുടർച്ചയായി നടത്തുന്നത് അപ്പൊ നല്ല ശശി തരൂരിനെ ചിന്തിക്കുന്നതാണ്. പുള്ളി പറഞ്ഞതിന് തെറ്റില്ല എന്റെ അഭിപ്രായം. ഞാൻ ഈ മോദിന്റെ നിലപാടിനോട് യോജിക്കുന്ന ആളാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ വിജയനാണ് കറുകച്ചാലിൽ നിന്നും. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ തരൂരിന്റെ ലക്ഷ്യം എന്താവും? ഹലോ, നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞു. സാറേ, അത് ഇപ്പം ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്, നല്ല രാഷ്ട്രീയ മാനദണ്ഡമുള്ള ആളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം കുറെ പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. പക്ഷെ ആ പ്രസ്താവനകളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകും, അരിയാഹാരം കടിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഒരു പ്രസ്താവന നടത്തിയത്, എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നതിന് ഉള്ള യോഗ്യതയൊക്കെ ഉണ്ട്, അത് കോൺഗ്രസ് പാർട്ടി അത് മനസ്സിലാക്കിയാൽ നല്ലതാണെന്ന് അടുത്ത കാലത്ത് പുള്ളി ഒരു പ്രസ്താവന ഇറക്കി. പക്ഷെ ഇതിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം എല്ലാ ജനങ്ങൾക്കും അറിയാം, പുള്ളിക്ക് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പുള്ളിക്ക് വരണം, അതാണ് പുള്ളിയുടെ ആഗ്രഹം. അതുകൊണ്ട് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് അദ്ദേഹം. എന്നാൽ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ വിട്ട് പുറത്താക്കാനും പറ്റിയല്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് നിൽക്കുന്നത്. പക്ഷേ അങ്ങനെ ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, താങ്കളുടെ കൂടി MP ആണ് ഈ ശശി തരൂർ. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ ഇറക്കാറുണ്ട്. എന്തായിരിക്കും കാരണം? ആദ്യമായിട്ട് കിരൺ ഒരു കാര്യം പറഞ്ഞോട്ടെ. അത് നമ്മുടെ ഈ പരിപാടിയുടെ ഇടയിൽ അൺപാർലമെന്ററിയും അതുപോലെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ വേർഡ്സ് യൂസ് ചെയ്തിരുന്ന ആ വടകരക്കാരനോട് പറയണം. ഈ ആണും പെണ്ണും കെട്ട എന്നൊക്കെ പറയുന്നത് ഈ ഇന്നത്തെ കാലത്ത് വളരെ അരോചകമായിട്ടുള്ള പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അത് നിങ്ങളത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദീപു പറഞ്ഞ ഒരു വാചകം ശരിയാണ്. ഇപ്പൊ പുതിയ കാലത്ത് ആ തിരുത്തിൽ പണ്ടൊക്കെ ആളുകൾ അങ്ങനെയൊക്കെ പറയുമായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ പറയരുത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കും കിരൺ, ഇവിടെ റേസിന ഡയലോഗ്സ് 2025 ഭാഗമായിട്ട് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനും നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും കൂടെ ചേർന്ന് നടത്തിയ ഒരു ഡയലോഗ് സമ്മിറ്റ് ആണ് അവിടെ നടന്നത്. അതുപോലെ വേൾഡ് ലീഡേഴ്സും ജിയോ പൊളിറ്റിക്സും ജിയോ എക്കണോമിക്സും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ്, അല്ലാതെ കായംകുളം മണ്ഡലം കമ്മിറ്റി യോഗം അല്ല അവിടെ നടന്നത്. അപ്പൊ അവിടെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ അവിടെ വിളിച്ച് ഇദ്ദേഹം സംസാരിക്കുന്നത് ഈ വിഷയത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തതയുണ്ട്. അപ്പൊ എവിടെയാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നതെന്ന്, ആരൊക്കെയാണ് അത് കേൾക്കുന്നതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഒരു കാര്യത്തെ അനലൈസ് ചെയ്ത് സംസാരിക്കേണ്ടത്. മാത്രവുമല്ല ഇദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ശശി തരൂർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മോഡി ഇപ്പം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള എന്തോ ഡയലോഗ്സിലൊക്കെ എന്തൊക്കെ ചെയ്തു കളയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനകത്ത് എന്ത് അർത്ഥമാണുള്ളത്? കാരണം ഈ 10 വർഷം കഴിഞ്ഞു, ഇപ്പൊ 11ാമത്തെ വർഷം അല്ലേ മോഡി എല്ലാ വേൾഡ് ലീഡേഴ്സും എല്ലാ കൺട്രീസിലും ഒക്കെ പോകുന്നു. എന്തുകൊണ്ടാണ് എന്ത് പ്രയോജനമാണ് ഇന്ത്യക്ക് നേടിയത്? ഈ കാര്യങ്ങളൊക്കെ വിശ്വഗുരു എന്ന് പറയുന്ന ഒരു സാധനത്തെ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഇതാണ്. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇവിടെ പോയില്ലേ, അമേരിക്കയിൽ പോയില്ലേ, എന്നിട്ട് അവർ ടാക്സ് എത്രയാണ് കൂട്ടിയത് എന്നിട്ട് അവര് എങ്ങനെയാണ് നമ്മളെ ഇവിടെ പറഞ്ഞയച്ചത്? പിന്നെ എന്താണ് ഇവിടെ വേൾഡ് ലീഡേഴ്സിനോട് മോഡിക്കുള്ള പ്രഭാവം എന്ന് ഇദ്ദേഹം പറയുന്നത്? ഇദ്ദേഹം അവിടെ പോയിട്ട് പറയുന്നത് റഷ്യയുമായി യുക്രൈൻ യുദ്ധം ഉണ്ടായ സമയത്ത് നമ്മൾ യുക്രൈന്റെ പക്ഷം നിൽക്കണമെന്നൊക്കെ തരൂർ അടക്കം പറഞ്ഞിരുന്നു. പക്ഷേ രണ്ട് രാജ്യങ്ങളുമായും ഒരേപോലെ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു. അത് കൊള്ളാമെന്നാണ് തരൂർ പറഞ്ഞത്. നോക്ക് ഒരു കിരൺ, നമ്മൾ അതാണ് അനലൈസ് ചെയ്ത. റഷ്യക്കെതിരെ ഇന്ത്യക്ക് നിൽക്കാൻ കഴിയില്ല, റഷ്യക്കെതിരെ ഇന്ത്യക്ക് നിൽക്കാൻ കഴിയില്ല. കാരണം റഷ്യയുടെ സംഭാവന ഇന്ത്യയുമായിട്ട് എന്തൊക്കെയായിരുന്നു എന്നുള്ളതുണ്ട്. അവിടെ ഒരു കാരണവശാലും നിൽക്കാൻ കഴിയുന്നില്ല. ചൈനയ്ക്കെതിരെ ഇദ്ദേഹം എങ്ങനെയാണ് നടപടി എടുക്കുന്നത്? പാകിസ്ഥാനെ പോലെ സ്ട്രാറ്റജിക്കൽ സ്ട്രൈക്ക് ചൈനയ്ക്കെതിരെ നടത്താറുണ്ടോ? ചൈന എത്ര സ്ഥലങ്ങൾ കൊണ്ടുപോകുന്നു എന്നൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെയല്ലേ പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന് അവിടെ ഒന്നും ഒരു കുന്തവും ചെയ്യാൻ കഴിയില്ല. മോഡിക്ക് ഇങ്ങനെ ഈ PR വർക്കുമായിട്ട് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്ന ഒരു വിശ്വഗുരു എന്ന് പറഞ്ഞ് കാണിക്കാൻ കഴിയുന്നതിനപ്പുറം ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ ഈ 11 വർഷത്തെ നമ്മുടെ അനുഭവമല്ലേ. ഈ അനുഭവം വെച്ചുകൊണ്ടല്ലേ നമ്മൾ ഈ കാര്യങ്ങൾ. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം മറ്റൊരു തലത്തിലാണ് അഭിപ്രായം പറയുന്നത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട് കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീ കുമാറാണ്. ശ്രീ കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശ്രീ കുമാർ, താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാൻ? പറഞ്ഞോളൂ. ഹലോ, ഈ വിദേശ കാര്യങ്ങളെ കുറിച്ചും നയതന്ത്രത്തെ കുറിച്ചും ഒക്കെ വളരെ ഭംഗിയായിട്ട് അറിയാവുന്ന ആളല്ലേ ഈ ശശി തരൂർ. ശശി തരൂരിന് നയതന്ത്രത്തെ കുറിച്ച് നമ്മളാരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ മോഡിയെ പ്രകീർത്തിച്ചു അല്ലെങ്കിൽ മോഡിയെ പ്രശംസിച്ചു എന്നുള്ളതുമാണല്ലോ ഇപ്പൊ ആൾക്കാർക്ക് പ്രശ്നം. സത്യമായിട്ട് പറയാതിരിക്കാൻ പറ്റുമോ?
അല്ലാതെ പിന്നെ എന്തെങ്കിലും വർക്ക് ഒരു ദിവസം 24 മണിക്കൂറുള്ളതിൽ 18 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരാളിനെ കുറിച്ചല്ല പറയാൻ പറ്റുള്ളൂ. അല്ലാതെ തായ്ലൻഡിലെ കടപ്പുറത്ത് ചെന്ന് കിടക്കുന്ന ആളിനെ കുറിച്ച് പ്രശംസിക്കാൻ പറ്റുമോ തരൂരിന്? സ്വന്തം പാർട്ടിയാണെന്നും പറഞ്ഞു പറ്റുമോ? താങ്കൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. അദ്ദേഹം താങ്കൾ പേര് പറഞ്ഞില്ലെങ്കിലും അങ്ങനെ പറയുന്നത് ഒരു ശരിയായ വിമർശനമല്ല. അതെ ഈ പാർട്ടിക്ക് ഒന്നാമത് കോൺഗ്രസ് പാർട്ടിക്ക് നേതാവ് വേണം, അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് നേതാവ് വേണം. അവർക്ക് ഗട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തരൂരിനെ പുറത്താക്കട്ടെന്ന്. അവർക്ക് ഗട്സ് ഉണ്ടെങ്കിൽ തരൂരിനെ പുറത്താക്കട്ടെ. അതിനുള്ള ഗട്സ് ഉണ്ടോ നോക്ക്. അധ്വാനം കൊണ്ടല്ലേ തരൂർ ജയിക്കുന്നത്. കോൺഗ്രസ് ഒരു നാഥനില്ല കളരിയാണ്. അത് തരൂരിന് പറയുന്നത്. കോൺഗ്രസിന്റെ പാർട്ടിയല്ലേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ ഈ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് എന്ത് വിലയാണ് ഈ കോൺഗ്രസിനകത്തുള്ളത്? അമ്മയും മകനും വലിയ കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുന്നത്, അല്ലാതെ ഖാർഗെക്ക് എന്ത് വിലയാണ്? ഈ ബി.ജെ.പിയിൽ മോദിയും അമിത്ഷായും അല്ലേ എല്ലാം തീരുമാനിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എന്ത് വിലയാണെന്ന് ചോദിച്ചാൽ തീർന്നില്ലേ? ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് വിലയാണോ? പക്ഷേ ആ പാർട്ടിയിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് പാർട്ടി എടുത്താലും ഉണ്ട്. ഇത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഒരു കുടുംബ വാഴ്ചയാണ്. ഞാൻ ചോദിച്ചത് എന്റെ സംശയം ചോദിച്ചാണ്. അങ്ങനെയാണെങ്കിൽ മോദിയും അമിത്ഷായും അല്ലേ ബി.ജെ.പിയിൽ എല്ലാ കാര്യത്തിലും അന്തിമ തീരുമാനം എടുക്കുന്നത്, അല്ല അതിനപ്പുറത്തേക്കുള്ള നേതാക്കൾക്കൊന്നും കാര്യമായ റോളുണ്ടോ? അത് പവർഫുൾ ആയിട്ടുള്ള നേതാവാണല്ലോ. അതുപോലെ അമ്മയും മോനും എന്ന് പറഞ്ഞാൽ 10 വർഷം തുടർച്ചയായി UPS 2 പ്രാവശ്യം ഭരിച്ചു. 2004 മുതൽ 2014 വരെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ UPS സർക്കാർ ഉണ്ടായിരുന്നു 10 വർഷം. ഇപ്പോൾ മോദി സർക്കാരിന് 1 വർഷം കൂടെ അധികമായിട്ടുള്ളൂ. ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും വിദേശത്ത് വരെ അറിയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് മറ്റ് രാജ്യങ്ങളിലെ ഭരണത്തലവന്മാർ വരുമ്പോഴും മൻമോഹൻ സിംഗിനെ അല്ല കാണുന്നത്. KG കുമാർ അന്ന് രാജ്യങ്ങളിൽ അത് തെറ്റായ താങ്കളുടെ ഇതാണ് വാദമാണ്. മൻമോഹൻ സിംഗിനെ പോലെ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളൊക്കെ അംഗീകരിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന അദ്ദേഹം ആ തരത്തിലേക്കൊക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ അല്ല ആരും കണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. അല്ലല്ല, മൻമോഹൻ സിംഗ് മോശക്കാരനാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ലോകം അറിയുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനാണ്, എല്ലാം ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ എല്ലാ ഫയലിലും ഫൈനൽ ഡിസിഷൻ 10 ജനുവരി എങ്ങനെയാണ് KG കുമാർ പറയുന്നത്? അങ്ങനെയാണ് എല്ലാ ഡിസിഷനിലും നമ്പർ 10 ആണെന്നൊക്കെ എങ്ങനെയാണ് പറഞ്ഞെങ്കിൽ പിന്നെ അവർക്ക് പ്രധാനമന്ത്രി ആവാമായിരുന്നല്ലോ. സൂപ്പർ അല്ല, മൻമോഹൻ സിംഗ് ഉള്ളപ്പോൾ സൂപ്പർ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഈ രാജ്യത്തുള്ള ഏത് KG കുമാർ അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് പ്രധാനമന്ത്രി ആയിക്കൂടായിരുന്നു. എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി ആയ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. ഉണ്ടായിരുന്നു. അതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ആവാതിരിക്കാൻ വേണ്ടിയല്ലേ ശരത് പവാർ നേരത്തെ പോയത്. ശരത് പവാറൊക്കെ അത് പോയിട്ട് ശരത് പവാർ ഒരിക്കലും BJPയുടെ കൂടെ പോയിട്ടില്ല. അദ്ദേഹം പോയ അതിനുശേഷം വേറെ പാർട്ടി ഉണ്ടാക്കിയപ്പോഴും കോൺഗ്രസിന്റെ ഒപ്പമാണ് നിന്നൊക്കെ ചെയ്തത്. അതായത് അവർക്ക് പ്രധാനമന്ത്രി ആവാൻ തടസ്സമുള്ള ആൾക്കാരെ എല്ലാം അവർ നേരത്തെ വെട്ടിയായിരുന്നു. പക്ഷെ എന്നിട്ടും താങ്കൾ ഈ പറയുന്ന വാദമൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനെ അങ്ങനെ ആക്ഷേപിക്കുമ്പോൾ ആ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് 10 കൊല്ലം ഇന്ത്യ ഭരിച്ചത്. ബാക്കി BJPയെ പോലെ അങ്ങനെ വേറെ RSSന്റെ പോലെ ഒരു സംഘടനയുടെ പിൻബലം ഒന്നും കോൺഗ്രസിനില്ല. അവർ മറ്റു പാർട്ടികളൊക്കെ കൂട്ടി യോജിപ്പിച്ച് 10 കൊല്ലം ഭരിച്ചതെന്ന് പറയുന്നത് ചെറിയ കളിയല്ല. അപ്പോൾ അവരങ്ങനെ ആകെ ഇപ്പോൾ അവർക്ക് ദുർബലരായി പോയെന്ന് കരുതി അവരെ എഴുതിത്തള്ളാൻ കഴിയുമോ? അല്ല, എഴുതള്ളുന്നില്ല. പക്ഷെ 23 പാർട്ടിയെ ചേർത്തും ഈ രാജ്യം ഭരിക്കാം എന്ന് കാണിച്ചു കൊടുത്തത് ആരാണ്? അവർക്ക് ആരാ കാണിച്ചു കൊടുത്തത്? വാജ്പേയി കാണിച്ചു കൊടുത്തോണ്ടാണല്ലോ ഈ 24 പാർട്ടിയെ ചേർത്തിട്ട് UPA ഗവൺമെന്റ് 2 പ്രാവശ്യം ഇവിടെ ഭരിച്ചത്. അതെങ്ങനെ ആര് കാണിച്ചാലും അതിനു മുമ്പും ഇവിടെ സഖ്യ സർക്കാർ ഉണ്ടായിട്ടില്ലേ? മൊറാർജി ദേശായിയുടെ ആയാലും ദേവഗൌഡയുടെ ആയാലും എല്ലാം ഒരു 16 മാസം 11 മാസം അത്രേ പോയിട്ടുള്ളൂ. എല്ലാം പോയിട്ടുള്ളൂ. അപ്പോഴൊക്കെ അവര് മറിച്ചിടുമായിരുന്നു. കാര്യം വീണ്ടും ഒറ്റയ്ക്ക് വരാമെന്നുള്ള മോഹത്തിൽ. ഒറ്റയ്ക്ക് വരാൻ പറ്റത്തില്ലെന്ന് കണ്ടപ്പോഴാണ് വാജ്പേയി മോഡൽ ഇവർ അനുകരിച്ചത്. അതാണ്. ശരി, ഓക്കെ. അപ്പോൾ താങ്കൾ പറയുന്നത് BJP അങ്ങനെ അഹങ്കരിച്ചിട്ടില്ല, ഇത്തവണ ഒറ്റയ്ക്ക് വരും 400-ൽ ഏറെ എന്നൊക്കെയാണ് പറഞ്ഞത്, 400 പാർ എന്നൊക്കെയാണ് പറഞ്ഞത്. അല്ല, അത് പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇത് ഇവർക്ക് തട്ടിക്കാണും. അതുകൊണ്ടായിരിക്കും കുറച്ച് കൂടുതൽ കയറ്റി അടിച്ചത്. അന്നേരം പിന്നെ ആൾക്കാർ ആ ഒരു രീതിയിൽ പോകുമെന്ന് വിചാരിക്കും. ഈ സീറ്റ് കുറയുമെന്നുള്ള ഇത് കണക്കൂട്ടിൽ നേരത്തെ കിട്ടിക്കാണുമല്ലോ. അങ്ങനെ ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ തരൂർ എന്തായിരിക്കും ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം? തരൂര് വടവഞ്ചേരിന്റെ അടുത്ത നാട്ടുകാരാണ്. പിന്നെ അതും പുറത്ത് കിഴക്കഞ്ചേരിയിലുള്ള നമ്മുടെ KE ഇസ്മയിൽ 2 പാർട്ടി ഇപ്പം വന്നു. 2 പേരും പാലക്കാട്ടുകാരാ. പക്ഷെ KE ഇസ്മയിൽ ഇത്രത്തോളം പറഞ്ഞിട്ടില്ല. അവിടെ നടപടി എടുക്കുന്നുണ്ട്. അതാണ് ആർജവമുള്ള പാർട്ടി. KE ഇസ്മയിലിനെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. ഞാൻ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. പല കാര്യങ്ങളും ഞങ്ങൾക്ക് സഹായിക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. അത് വേറെ കാര്യം. പിന്നെ വിശ്വപൗരനാണ്, വിദ്യാഭ്യാസമുണ്ട്,
പക്ഷെ വിവരമില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മുടെ മോഹൻലാൽ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ. അപ്പൊ ഇതൊന്നും ശരിയൊന്നുമല്ല. ഈ കുലംകുത്തി പ്രയോഗം ഇവിടെ വേണ്ടത്. ശരി, കുലംകുത്തി ഇതാണ് ശരിക്കും കുലംകുത്തി. ഈ മത്സരിക്കുന്ന സമയത്തൊന്നും എതിർ കക്ഷികളൊന്നും ഇയാളെ പ്രവർത്തിയിട്ടില്ലല്ലോ. ജയിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർക്കൊക്കെ മോശക്കാരായി, സ്വന്തം വോട്ട് കൊണ്ട് ജയിച്ചു എന്ന് പറയാം. ഇതിനാണ് ഇംപ്യൂണിറ്റി എന്നുള്ള വാക്കാണ്. ഇമ്മ്യൂണിറ്റി അല്ല, ഇംപ്യൂണിറ്റി. അദ്ദേഹത്തിന്റെ തന്നെ പ്രയോഗം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എന്നെ ആരും ഒരു ചുക്കും ചെയ്യില്ല എന്ന്. പിന്നെ ഒരു സ്ഥാനമോഹം, ഇതൊക്കെ കൂടി ആയപ്പോ അയാളുടെ ഇങ്ങനെ തന്നെ സ്ഥിരം തന്ത്രമല്ല കേട്ടോ, സ്ഥിരം മന്ത്രമായി മാറിയിരിക്കുന്നത്. കഷ്ടമാണ്. ഈ പാലക്കാട്ടുകാരെന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നുന്നു. ശരി, ഓക്കെ. എന്തായാലും ശ്രീ മോഹൻദാസ് അങ്ങനെ അഭിപ്രായം. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂരിന്റെ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് സുരേന്ദ്രൻ അടക്കമുള്ളവരൊക്കെ ചാടി വീണിട്ടുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ പറയണ എന്താന്ന് വെച്ചാല്, നമ്മുടെ കേരളത്തിൽ ഇരുന്നോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നെ നരേന്ദ്രമോദിക്ക് ഒരു പ്രസക്തിയില്ല, കോൺഗ്രസിന്റെ നേതാവ് തരൂരിനാണ് ഒരു പ്രസക്തിയില്ല കേട്ടോ. കേരളത്തിൽ ഇരുന്നോട്ട് നോക്കുവാണ് കേട്ടോ. കേരളം വിട്ടുള്ള സംസ്ഥാനത്ത് നോക്കുവാണെങ്കിൽ ഇവരുടെ വിലയും നിലയും ഇവരുടെ അക്കരവിദ്യ അറിയത്തുള്ളൂ. കേരളത്തിൽ നോക്കുമ്പോൾ അറിയത്തില്ല. കാരണം എന്താ വെച്ചാൽ കൂടുതൽ ഇവിടെ കോൺഗ്രസ്സുകാർക്ക് പോലും ഇല്ലാത്തൊരു ആവലാതിയാണ് ഇവിടെ നമ്മുടെ കുട്ടിസാക്കന്മാർക്ക്, ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക്. പക്ഷേ വലിയ നേതാക്കന്മാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർക്ക് വിഷയമൊന്നുമില്ല. അവരെല്ലാം രമ്യതയിലാണ് പോകുന്നത്. ഇപ്പം പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ രീതിയിലാണ് പോകുന്നത്. പക്ഷെ സഹാക്കന്മാർ സമ്മതിക്കില്ല, ഒരു കാരണവശാലും അവർ സമ്മതിക്കില്ല, ഇതിന് അംഗീകരിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാത്തിനുമുള്ള ഇത് പുള്ളി അതുപോലെ 11 മാസമായിട്ട് ഇന്ത്യ ഭരിച്ചിട്ട് തന്നെ ഒരു വിശേഷമില്ലെന്ന്. ഒരു രാജ്യം അംഗീകരിക്കുന്നില്ല. ഒരു രാജ്യത്ത് പോയാലും ഈ നരേന്ദ്രമോദി അംഗീകരിക്കുമോ, നരേന്ദ്രമോദി സ്വീകരിക്കുമോ, ഡൽഹി തന്നെ മാത്രം ഇരുന്നുകൊണ്ടുള്ള ഭരണവും കാര്യങ്ങളും. ശ്രീ രവീന്ദ്രന്റെ അഭിപ്രായം. ശ്രീ ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ ശശി തരൂര് ഇങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ? അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല. അതാണ് അതിന് പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം യാഥാർത്ഥ്യങ്ങൾ കൃത്യമായിട്ട് പറയും. അദ്ദേഹത്തിന് നുണ പറയാൻ അറിയില്ല. പക്ഷെ ഇതിൽ രസകരമായി തോന്നിയത് എന്താണെന്ന് അറിയാം, നമ്മളെ ജോൺ ബ്രിട്ടാസ് പറയാണ്, ഞാനൊക്കെ പറഞ്ഞതും മോദി കേട്ടു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ഭയങ്കര ചിരി വന്നു പോയത്. അത് കിരൺ സാറ് കേട്ടു കാണുമെന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. താങ്കൾ അത് കൃത്യമായി കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾ പറഞ്ഞ രീതിയിലല്ലല്ലോ പറഞ്ഞത് അദ്ദേഹം. എങ്ങനെയാ പറഞ്ഞത്? താങ്കൾ എന്തായാലും അത് വായിക്കാതെ അല്ലല്ലോ താങ്കൾ ഇത് ഇപ്പോൾ അഭിപ്രായം പറയുന്നത്. അത് കയ്യിലിരിക്കേണ്ട ശ്രീ ശിവജി, ഞാൻ എത്രയോ കാലമായി താങ്കളെ കാണുന്നതാണ്. താങ്കൾ പറഞ്ഞു 1.5 അലക്കായി പോയി ബ്രിട്ടാസിന്റെ അലക്ക്. അത് ഈ ശശി തരൂർ സത്യം പറഞ്ഞ ഒരു പച്ചായ മനുഷ്യനാ. അങ്ങേര് ശരിക്കും വലിയ രാഷ്ട്രീയങ്ങളെ കൂട്ടിയിട്ടൊന്നും അല്ല ഈ പറയണ കേട്ടോ. അങ്ങേര് വലിയ രാഷ്ട്രീയം പറ്റോണ്ടൊന്നും അല്ല പറയണേ. കാരണം അങ്ങേരുടെ ഈ ശരിക്കും പറഞ്ഞ അന്താരാഷ്ട്ര അറിവ് വെച്ചിട്ടാണ് ഈ 2 രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ നിലപാടുകൾ ഒരു പ്രധാനമന്ത്രി എങ്ങനെ എടുക്കണം എന്നുള്ളത് വെച്ചായിരിക്കും അദ്ദേഹം പറയണത്. അല്ലാണ്ട് ഇപ്പം വേറെ തരൂർ നേരത്തെയൊക്കെ അതിനിശ്ചിതമായി മോദിയെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അംഗീകരിക്കേണ്ടതാണോ? അല്ല, അതെ, അത് തന്നെ ഞാൻ പറഞ്ഞേ. അതായത് മോദി ശരിയല്ലെങ്കിൽ പുള്ളി വിമർശിക്കുന്നുണ്ടല്ലോ. അതാണല്ലോ ഒരു പച്ചയായ മനുഷ്യൻ സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ ചെയ്യുക. നല്ലത് കണ്ടാ നല്ലതെന്നും ചീത്ത കണ്ടാ ചീത്ത എന്നും പറയുന്നതാണല്ലോ ശരി. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഷാജിയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തായിരിക്കും ഈ തരൂരിന്റെ ലക്ഷ്യം? അല്ല, നമസ്കാരം. നമസ്കാരം. അല്ല, എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം കണ്ടശാ പറയുന്നത് തരൂര് അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ കണ്ടശാ പറയുന്നു, പ്രവർത്തിക്കുന്നു. ഇവിടെ വിളക്കെത്തിക്കാൻ പോകുന്നു, ചിലയിടത്ത് കാവല് നിൽക്കുന്നു. പിന്നെ രാഹുൽ ഗാന്ധി അവസാനം മനസ്സുവിട്ട് അവിടെ പിന്നെ ഗുജറാത്തിൽ അങ്ങനെ പ്രസ്താവന നടത്തുന്നു. പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ പറയുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇപ്പോഴൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സുരേഷ് ഗോപിക്ക് ആശാസമരത്തെ കുറിച്ച് ഒരു ലെറ്ററൊക്കെ എഴുതി ഒരു വിജ്ഞാപനം പോലൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും ഇപ്പോഴൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ BJP-യിലോട്ട്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ഷാജിയാണ് കൊല്ലത്തുനിന്നും. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ തരൂര് ഇങ്ങനെ മനഃപൂർവ്വം കോൺഗ്രസിനായിട്ട് പണി കൊടുക്കുന്നതാണോ? സമരമുഖത്ത് പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ ശ്രീ റഷീദ്. സമരമുഖത്ത് പുതിയ പോർമുഖം തുറന്ന ആശാവർക്കർമാർ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. ഞാനിന്ന് വിഷയമായിരിക്കും ഇന്നത്തെ പ്രതികരണ വേദി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്താണ് ശ്രീ റഷീദ്. ഒരുപാട് തവണ ചർച്ച ചെയ്താണ്. അവരെ സമരം തീരുന്നവരെ ഐക്യദാർഢ്യം. അതങ്ങനെ അവരെ സമരം തീരുന്നവരെ എല്ലാ ദിവസവും റഷീദ് നമുക്ക് ആ വിഷയം മാത്രം ചർച്ച ചെയ്യാൻ കഴിയുമോ? അവരുടെ സമരത്തിന്റെ വിഷയം ഒരുപാട് ദിവസം ചർച്ചയാണ്. അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആളുകൾ ഒരുപാട് അഭിപ്രായം പറഞ്ഞു. ഏതായാലും ശശി തരൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
കേരളത്തിൽ ഇപ്പോൾ PC ജോർജ് ഒരു കേരളത്തിലെ രാഷ്ട്രീയ കോമഡിയാണ്, അറിയാലോ. ആ രീതിയിലേക്ക് ശശി തരൂരും വരികയാണോ എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. കാരണം ഞാൻ നേരത്തെ പലപ്പോഴും ഇദ്ദേഹത്തെ കുറിച്ചുള്ള ചർച്ചകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു തരൂരിനെ അവമാനിക്കണോ? ഞാൻ പറയുക, അദ്ദേഹം ഒരു കോൺഗ്രസ്കാരനല്ല. എന്തിനും പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു കോൺഗ്രസ് സംസ്കാരം കുടുംബത്തിൽ നിന്ന് വന്നവരല്ല. അതുകൊണ്ട് തന്നെയുള്ള അതുകൊണ്ട് ഉള്ള ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം നിരന്തരം കോൺഗ്രസ് സാധാരണ പ്രവർത്തകരെയും UDF പ്രവർത്തകരെയും അപമാനിക്കുകയും അപഹസിക്കുകയും ചെയ്യാം. അവർക്ക് മറ്റു ഇരുതരം രാഷ്ട്രീയ പാർട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ഇത്തരമാണ് പറയുന്നത്. ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് തലശ്ശേരിയിൽ നോക്കുമ്പോൾ ഈ തിരുവനന്തപുരത്ത് MP വർത്തമാനം പറച്ചിലിനെ എങ്ങനെയാണ് കാണുന്നത്? സാറേ, പിന്നെ അതായത് കോൺഗ്രസിൽ നിൽക്കുമ്പോൾ അയാൾ കോൺഗ്രസിനായിട്ട് കോൺഗ്രസ്സുകാരെ എന്നെ വോട്ട് ജയിപ്പിച്ച് അയാളെ ജയിപ്പിച്ചതാ. അദ്ദേഹം രാജാവിന്റെ കുതിര എന്ന് മറ്റു കാര്യമില്ല, കുതിരക്ക് ഓട്ടോയിലേക്ക് പോയി. അതേപോലെ ഇയാളെ തെളിവില്ലായിട്ട് വിട്ടത് പണ്ട് പിന്നെ പാകിസ്ഥാനി ജേർണലിസ്റ്റിനെ ഇതാക്കിയിട്ട് സ്വന്തം ഭാര്യ കോടിശ്ശേരിനെ ആക്രമിച്ചിട്ട് ജനകീയ കോർട്ടും ദൈവത്തിന്റെ കോർട്ടും അയാൾ ശിക്ഷിച്ചു. പക്ഷെ കോടതിയിൽ ആ ശിക്ഷ പോയിട്ടില്ലായിരുന്നു തെളിവില്ലായിട്ട്. അങ്ങനെ നമ്മൾ പറയരുത്, അത് ശരിയല്ല. അത് കോടതി അല്ലല്ല, അത് നമ്മൾ ശ്രീദിവാരൻ അത് ശരിയല്ല. അത്ര കേസിനകത്ത് നമ്മളൊരു വിധി പറയുന്നത് ശരിയല്ല. അത് കോടതി അയൽക്കാര്യത്തിലൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മള് അങ്ങനെയല്ലല്ലോ ശ്രീദിവാരൻ, അത് പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തെ നമുക്ക് രാഷ്ട്രീയമായി വിമർശിക്കാം. അതിന്റെ പേരിൽ താങ്കൾക്കുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നുള്ളതിന്? ശ്രീദിവാരൻ ഒന്ന് ജസ്റ്റ് കേൾക്കൂ. നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളെ വിമർശിക്കാൻ അതിന് യാതൊരു തെറ്റുമില്ല. അതിനകത്ത് ഞാൻ ആരെയും അതിനകത്ത് ഇടപെട്ടിട്ടില്ലോ, അങ്ങനെ വിമർശിക്കുന്നത് തെറ്റില്ല. പക്ഷേ വ്യക്തിപരമായ അത്തരം കാര്യങ്ങൾ പറയുന്നതിന് കോടതി അങ്ങനെ ഒരു താങ്കൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? അങ്ങനെയല്ല എന്ന് ഇല്ലല്ലോ. യാതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല ശ്രീദിവാരൻ, അങ്ങനെയൊന്നുമില്ല ശ്രീ മാധ്യമം. ശരിയല്ല, അങ്ങനെ താങ്കൾ അത് അത്തരം അഭിപ്രായങ്ങൾ പറയരുത്. അത് ശരിയായ ഒന്നല്ല. താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ അദ്ദേഹം ഭാര്യ എന്തെങ്കിലും ചെയ്തതായിട്ട്? ഇല്ലല്ലോ. എവിടെ തെളിവ്? ഒരു തെളിവും ഒരിടത്തും ഇല്ലാത്ത തെളിവില്ലാത്ത കാര്യങ്ങൾ പറയരുത് ശ്രീദിവാരൻ, അത് ശരിയല്ല. ശ്രീദിവാരൻ ഒരു തെളിവും എന്തായാലും കോടതിയുടെ മുന്നിലില്ല. എന്റെ മുന്നിൽ വേറെ തെളിവൊന്നുമില്ല, എന്തായാലും ദിവാരന്റെ മുന്നിലും വേറെ ഒരു തെളിവില്ല. ജനങ്ങളൊന്നും അങ്ങനെ ഒന്നും കണ്ടില്ല. ജനങ്ങൾ അതിനുശേഷം അദ്ദേഹത്തെ ജയിപ്പിച്ചില്ലേ. നമ്മൾ ഒരാളെ വിമർശിക്കാം, ഞാൻ പറഞ്ഞില്ല, താങ്കൾക്ക് വിമർശിക്കാം. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ വളരെ കൃത്യമായി തന്നെ പറയുകയാണ്, നമുക്ക് ശശി തരൂരിനെ വിമർശിക്കുകയോ അദ്ദേഹത്തെ അനുകൂലിക്കുകയോ ഒക്കെ ചെയ്യാം പ്രേക്ഷകർക്ക്, അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ അത് ഈ തരത്തിലേക്ക് അഭിപ്രായം പറയുന്നത്, കോടതിയിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ തെളിവുണ്ട്, കോടതി ശിക്ഷിച്ചെങ്കിൽ നമുക്ക് പറയാം അക്കാര്യത്തിൽ അദ്ദേഹം തെറ്റുകാരനാണ്. അങ്ങനെയല്ല, അതിൻ്റെ തെളിവെല്ലാം നമ്മുടെ കയ്യിലുണ്ട്, അത് കോടതി കാണാതെ പോയി എന്നൊക്കെ പറയുന്നതിനകത്ത് അർത്ഥമില്ല. അതൊരു ശരിയായ രീതിയിലുള്ള വിമർശനവുമല്ല. അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു ഇത്രയും നേരം ഉണ്ടായിരുന്നത്. അതിലൊന്നും ഞങ്ങളെതിരല്ല, ശക്തമായി തന്നെ വിമർശിക്കാം. അതിന് ഒരു തരത്തിലും ഒരു പ്രേക്ഷകർക്കും വിലക്കില്ല. പക്ഷേ അതിന് പകരമായി വ്യക്തിപരമായി ഇത്തരത്തിലേക്കുള്ള ആക്ഷേപങ്ങൾ ചൊരിയുന്നത് ഒരു അന്തസ്സായ രാഷ്ട്രീയ വിമർശനത്തിന് പറ്റിയ ഒരു രീതിയല്ല. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ മലപ്പുറത്ത് നിന്ന് ശ്രീ രാജനാണ്. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് ഈ തരൂരിൻ്റെ ഈ നീക്കം, അതൊരു തന്ത്രമാണോ? കേൾക്കാം, ശ്രീ രാജൻ പറഞ്ഞോളൂ. ശ്രീ രാജൻ കേൾക്കാമോ? അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഗോപാലകൃഷ്ണനാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾക്ക് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധത്തിലും ചെറിയ തകരാറുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് സുരേന്ദ്രനുണ്ട്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ ശശി തരൂരിന്റെ ഈ അഭിപ്രായത്തെ കുറിച്ച് പറയാനുള്ളത്? അഭിപ്രായം എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, അയാളൊരു കേരളത്തിലെ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത കൽപ്പിച്ചൊരു അയാൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ അയാൾ കാണിക്കുന്ന അഭ്യാസമാണെന്ന് എനിക്ക് തോന്നുന്നു. അയാൾ വലിയ BJPയുടെ വലിയ ആളാവാനായിരിക്കാം അയാൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അയാൾ BJP പോയാലും അവർ മന്ത്രി വെക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നു എന്താ തീരുമാനം അനുസരിച്ച് അയാൾ കേരള മുഖ്യമന്ത്രി ആവാൻ അയാൾ ശ്രമം ഉണ്ടായിരുന്നു. ശരി, ഓക്കെ. താങ്കളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അയാൾ ഇവിടെ വരാൻ അയാൾക്ക് ആഗ്രഹം ഉണ്ടോന്ന് എനിക്ക് സംശയിക്കുന്നു. BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആവാനുള്ള ആഗ്രഹം തൽക്കാലം നടപ്പാനുള്ള സാധ്യതയുണ്ടോ?
സാധ്യതയില്ല, പക്ഷെ അയാൾ ശ്രമമാണെന്ന് തോന്നുന്നു. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് യൂട്യൂബിലെ ചില അഭിപ്രായങ്ങൾ കൂടി വായിക്കേണ്ടതുണ്ട്. ശ്രീ ന്യൂ തിങ്കർ എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നു, ശശി തരൂർ 2026 കേരളത്തിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ. അതെങ്ങനെയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആം ആദ്മി പാർട്ടിയുടെയൊക്കെ. ഷിബു കൃഷ്ണൻ പറയുന്നു, നല്ലതിനെ അഭിനന്ദിക്കുന്നതിലും തെറ്റിനെ വിമർശിക്കുന്നതിലും എന്താണ് തെറ്റ്? മിക്ക രാഷ്ട്രീയക്കാരും വൃത്തികെട്ട രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്ന് പറയുന്നു. റോഷ്നി മനോഹർ പറയുന്നു, തരൂർ ഈസ് ബീയിങ് വെരി ക്ലവർ ആൻഡ് കില്ലിംഗ് മൾട്ടിപ്പിൾ ബേർഡ്സ് വിത്ത് വൺ സ്റ്റോൺ. ഹി ഈസ് പ്രൊജക്ടിങ് ഹിംസെൽഫ് ആസ് ആൻ ഇൻവാല്യുബിൾ ടു കോൺഗ്രസ്. ഹി ഹാസ് ഓൾസോ ട്രൈങ് ടു സേവ് ദ ക്രെഡിബിലിറ്റി ഓഫ് ബോത്ത് ഹിംസെൽഫ് ആൻഡ് കോൺഗ്രസ് എന്ന് പറയുന്നു. കോൺഗ്രസിൻ്റെയും കൂടെ ക്രെഡിബിലിറ്റി എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? പക്ഷേ കോൺഗ്രസ്സുകാർ ആ തരത്തിലല്ല കാണുന്നത്. ശ്രീ റോഷ്നി മനോഹർ. അക്വാരസ് പറയുന്നു, ശശി തരൂരിനെ എടുത്താൽ BJPക്ക് നാഷണൽ റേറ്റിംഗ് കുറയും. BJP നേതാക്കളെ ശ്രദ്ധയ്ക്കായി പറയുന്നു എന്നൊക്കെ പറയുന്നു. അതൊക്കെ അവർ നോക്കിക്കോളും ശ്രീ. അതോടൊപ്പം തന്നെ ഗോപകുമാർ പറയുന്നു, ശശി തരൂർ അതിബുദ്ധിമാനാണ്, ജനശ്രദ്ധ ആകർഷിച്ച് മാധ്യമങ്ങൾ നിറഞ്ഞേക്കാനുള്ള തന്ത്രം മാത്രമാണ്. അത്തരം ചില സംശയങ്ങൾ പലരും പറയുന്നുണ്ട്. അത്തരത്തിലേക്കൊക്കെ തരൂർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ നിൽക്കാനുള്ള ചില പ്രയോഗങ്ങൾ കൂടി നടത്താറുള്ള ഒരാൾ കൂടിയാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സഖാവിന് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ജോസഫ് കെ എം പറയുന്നത്. എന്താണ് ജോസഫ് കെ എം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഈ ഗ്ലാഡിയേറ്റർ എപ്പോഴും ഇങ്ങനെ ഏതോ പേര് മറിഞ്ഞിരിക്കുന്ന ഏതോ ഈ നാട്ടിലൊക്കെ ഇങ്ങനെ പേടിത്തൊണ്ടൻ എന്നൊക്കെ പറയില്ല, അത്തരം മനുഷ്യനാണെന്ന് തോന്നുന്നു ഈ ഗ്ലാഡിയേറ്റർ. അദ്ദേഹം ഇങ്ങനെ കോൺഗ്രസ്സുകാരെയും CPMകാരെയും ഒക്കെ തെറി വിളിക്കാനായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് അദ്ദേഹം മോശപ്പെട്ട ഭാഷയിൽ സംസാരിക്കും. ശ്രീ ഗ്ലാഡിയേറ്റർ, താങ്കൾക്കൊരു മിനിമം മര്യാദയും ഒരു ധൈര്യമൊക്കെ വേണം. ഇത്രത്തോളം പേടിക്കരുത് മനുഷ്യരായാൽ. മനുഷ്യർക്കൊരു ചെറിയ ധൈര്യമൊക്കെ, ആത്മധൈര്യം വേണം. ആത്മാഭിമാനമുള്ളവർക്ക് ഒരു ആത്മധൈര്യം കൂടി കാണും. താങ്കൾക്കത് തീരെ ഇല്ല എന്ന് തോന്നുന്നു. ഈ ഗ്ലാഡിയേറ്റർ എന്ന പേരിൽ വന്ന് എന്തിനാണ് ഇങ്ങനെ മോശപ്പെട്ട? പണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ബാത്റൂമിൽ വന്ന് ഈ അശ്ലീലം എഴുതുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. ആരാണ് എഴുതിയതെന്ന് കാണില്ല, അതുകൊണ്ട് എന്ത് അശ്ലീലവും എഴുതാം. ഉള്ളിലെ വൈകൃതങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നതാണ്. അത് ശ്രീ ഗ്ലാഡിയേറ്റർ ഇനിയെങ്കിലും അത് ഉപേക്ഷിക്കുക എന്നാണ് പറയാനുള്ളത് അദ്ദേഹത്തോട്. എന്തായാലും നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സമയം അവസാനിക്കുകയാണ്. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഭൂരിഭാഗം പ്രേക്ഷകർ എനിക്ക് തോന്നുന്നു പറഞ്ഞത് ശശി തരൂർ ഇങ്ങനെ കോൺഗ്രസിന് നിന്നുകൊണ്ട് ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയെ വെട്ടിലാക്കുന്ന മട്ടിലെ അഭിപ്രായം പറയുന്നതിനെതിരായി പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരായ കുറേ ആളുകളൊക്കെ വിളിച്ചവരൊക്കെ അതിശക്തമായ വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചത്. കായംകുളം മണ്ഡലം കമ്മിറ്റിയിലെ ഭാരവാഹികളൊക്കെയാണെന്ന് പറഞ്ഞു. അവർ വിളിച്ചിട്ട് അവർ പറഞ്ഞത് ഇങ്ങനെയുള്ള ആളുകളെ പുറത്താക്കണം എന്നുള്ള മട്ടിലൊക്കെയാണ്. അങ്ങനെയല്ല ശശി തരൂർ പറയുന്നത്. ഒരു നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ കൂടി അല്ലെങ്കിൽ അത്തരത്തിൽ മേഖലയിൽ കൂടി വൈദഗ്ധ്യമുള്ള ഒരാൾ എന്ന നിലയിൽ കൂടിയുള്ള അഭിപ്രായങ്ങളാണ്. അത്തരം അഭിപ്രായങ്ങൾ പറയുന്ന ഒരു രാഷ്ട്രീയത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞവരുമൊക്കെ ഉണ്ട്. അങ്ങനെ തികച്ചും വളരെ വൈവിധ്യപൂർണ്ണമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി സമാനമായ മറ്റൊരു വിഷയവുമായി.